السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും ഈമാനിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആത്മാവിന് അല്ലാഹു പ്രകാശം നൽകട്ടെ. ശരീരത്തിലെ അസുഖങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2-3 ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. ഒന്ന്, അബുദാബി സ്റ്റേറ്റ് KMCCയുടെ ട്രഷററായിരുന്ന അസ്ലം സാഹിബ് കാഞ്ഞങ്ങാട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. രോഗബാധിതനായി ഏതാനും മാസങ്ങളായി പ്രയാസത്തിലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് അള്ളാഹു സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ മക്കൾ, കുടുംബം, ബന്ധുക്കളൊക്കെ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആളുകൾ കൂടിയാണ്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ മനസ്സിലുള്ള ആ വിയോഗത്തിലെ വേദന അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിനൊരു ഷഫാഅത്തായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നൊന്ന്, ഇന്ന് കാലത്ത് ഞങ്ങളുടെ സുഹൃത്ത് അലി അസ്ഗർ ഹുദവി രണ്ടത്താണി, അദ്ദേഹത്തിൻ്റെ ഉമ്മ സുലൈഖ എന്നിവർ വഫാത്തായിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. നാളെയാണ് മറവ് ചെയ്യുന്നത്. അള്ളാഹു ആ മഹദിക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ TH അബ്ദുള്ള മാഷ് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അസുഖബാധിതനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം സമസ്തക്ക് വേണ്ടി ഒക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ ഒരുപാട് കാലം സേവനം ചെയ്തിരുന്ന ആൾ കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെയും ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ റഷീദ് സുബ്ഹാന, മാർഗദർശനം നൽകുന്നവനായ അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. റഷീദ് എന്ന് പറഞ്ഞാൽ അല്ലദീ തൻസാഖു തദാബീറുഹു ഇലാ ഗായതിഹാ അലാ സബീലി സദാദ് മിൻ ഗൈരി ഇശാറത്തി മുർഷിദിൻ മുശീരിൻ വലാ തസ്ദീദി മുസദ്ദിദിൻ. അല്ലാഹുവിൻ്റെ നിയന്ത്രണവും ഇടപെടലുകളും ആരുടെയും സഹായമോ സാന്നിധ്യമോ ഇല്ലാതെ ലക്ഷ്യം പ്രാപിക്കുന്ന വിധം മാർഗദർശനം നൽകുന്നവനാണ് അള്ളാഹു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എവ്രി ലിവിങ് തിങ് ഹാസ് എ പർപ്പസ്. ആ ഒരു പർപ്പസിലേക്ക് ജീവികളെ, മനുഷ്യരെ, അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളെ അള്ളാഹു എത്തിക്കുകയാണ്. അതാണ് റഷീദ് സുബ്ഹാന. അള്ളാഹു റുഷ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ ഹിക്മത്ത് നിറഞ്ഞത് എന്നാണ് അർത്ഥം. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു റുഷ്ദ് നൽകി. റുഷ്ദ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് കൃത്യമായും ശ്രദ്ധ വെച്ച് നീങ്ങാനുള്ള അള്ളാഹു നൽകുന്നൊരു കഴിവ്. ലക്ഷ്യം പ്രാപിക്കുക എന്നത്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ആ റുഷ്ദ് നൽകി. നമ്മൾ അതിന് മലയാളത്തിൽ തൻ്റെ ഇടം എന്നൊക്കെ പറയും. وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. മലയാളത്തിൽ എന്താ കൊടുത്തത്? സന്മാർഗം കാണിക്കുന്നവനായ അല്ലാഹു. ഹിദായത്തിന്റെ ഒരു വശം റുഷ്ദിലുണ്ട്. അതുകൊണ്ടാണ് സന്മാർഗം കാണിക്കുന്നവനായ അല്ലാഹു എന്ന് അതിന് പരിഭാഷപ്പെടുത്താൻ കാരണം. ذَلِكَ مِنْ آيَاتِ اللَّهِ مَنْ يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَنْ يُضْلِلْ فَلَنْ تَجِدَ لَهُ وَلِيًّا مُرْشِدًا. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയാണ്, ذَلِكَ مِنْ آيَاتِ اللَّهِ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞപ്പോഴേ റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് നീ ഒരു റഹ്മത്ത് എനിക്ക് തരയണമേ. വഹയ്യി ലനാ മിൻ അംരിനാ റഷദ, അല്ലാഹുവേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ മാർഗദർശനം പടച്ചവനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവിടെയും ഒരു റഷദൻ ഉണ്ട്. 17-ാമത്തെ ആയത്തിലാണ് വലിയ മുർഷിദ എന്ന് അല്ലാഹു തആല പറയുന്നത്. അതായത് ഒരു നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അന്വേഷിക്കുമ്പോൾ ഒരു വഴിയും അവരുടെ മുമ്പിലില്ല. പിടിക്കപ്പെടും. നാനാഭാഗത്തും പോലീസുകാരുണ്ട്. എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അസ്ഹാബുൽ കഹ്ഫ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ മഹാന്മാർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തൻ, ഒരു പ്രത്യേകമായ റഹ്മത്ത് ഞങ്ങൾക്ക് തരണം. വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ, അല്ലാഹുവേ ഞങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായ മാർഗദർശനം നീ കാണിച്ചു തരണം. അങ്ങനെയാണ് അവർ ഗുഹയിലേക്ക് എത്തുന്നത്. ആ ഗുഹയിലേക്ക് എത്തുമ്പോൾ അവിടെ കയറിയിട്ട് അവരെ പിടിക്കാൻ പറ്റും. അതിന് അല്ലാഹു അവരുടെ നായയെ, കൂടെ ഉണ്ടായിരുന്ന സാമിനുഹും കെൽബുഹും, ആ നായ ഒരു സിംഹം ഇരിക്കുന്ന പോലെ ആ ഗുഹയുടെ മുമ്പിൽ വസീദിൽ ഇരുന്നു കൊണ്ട് കാവൽ നിന്നു. ഇതൊക്കെ അല്ലാഹു ആ ജീവിയെ തോന്നിപ്പിച്ചതല്ലേ? അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം കിട്ടുമായിരുന്നില്ല. അല്ലാഹു ചിലർ ഉറക്കിക്കിടത്തുകയും ചെയ്തു. ആ ഉറക്കൊരുപാട് കാലം നീണ്ടു. അല്ലാഹു ചില ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം നമുക്ക് അസ്ബാബുകൾ വേണം, അല്ലാഹു തആലക്ക് അസ്ബാബുകൾ വേണ്ട. അസ്ബാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണങ്ങൾ വേണം. നമ്മൾ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഭക്ഷണമില്ലാതെ അല്ലാഹു അവരെ സസ്റ്റെയിൻ ചെയ്തു. എങ്ങനെ? 309 വർഷം അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹയിൽ അവർ താമസിക്കുകയാണ്. ഭക്ഷണം ഉണ്ടോ? ഇല്ല. വെള്ളം കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഉറക്കി കിടത്തിയതാണ്. അത് വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ, വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും അല്ലാഹു അവരെ തിരിച്ചു മറിച്ചു ഇങ്ങനെ കിടത്തുകയാണ്. അങ്ങനെ 309 കൊല്ലം അന്നപാനീയങ്ങളില്ലാതെ അവർ ജീവിച്ചു. അല്ലാഹു നൽകുന്ന റുഷ്ദിന്റെ ഒരു വഴിയാണത്. അല്ലാഹു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചാൽ അവിടെ അസ്ബാബുകളുടെ ആവശ്യമില്ലെന്ന് അല്ലാഹു തആല മനസ്സിലാക്കി തരാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോഴേ ബനു ഇസ്രായേലിൽ ഒരു കുട്ടി ജനിച്ചിട്ട് തന്റെ അധികാരം പോകുമെന്ന് പേടിച്ച ഫിർഔൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് അല്ലാഹു തആല പറഞ്ഞെന്താ? ഫഅൽഖീഹി ഫിൽ യം, മൂസ എന്ന കൊച്ചു കുഞ്ഞിനെ ഉമ്മ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കിയേക്കണം കേട്ടോ. ഏതെങ്കിലും ഉമ്മക്ക് കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കാൻ തോന്നുമോ? കാരണം അത് സുരക്ഷിതമാകുമോ എന്ന് ഒരു ധൈര്യമില്ലല്ലോ. വീട്ടിൽ തന്നെ കിടത്തിയാൽ കൺമുമ്പിലെങ്കിലും കാണാം. ആ കുഞ്ഞായ നിങ്ങളെ മൂസാ നബിയെ എന്റെയും നിങ്ങളുടെയും ശത്രുവായ ഫിർഔൻ എടുക്കുകയാണ്. ഞാനൊരു പ്രത്യേകമായ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖൽബിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ആരെയാണോ ഫിർഔന് പേടിച്ചത്, അതേ കുഞ്ഞ് ഫിർഔന്റെ ഭക്ഷണം കഴിച്ച് വളർന്നിട്ട് ഫിർഔന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്തുകയും അവിടുന്ന് ബനു ഇസ്രായേലുകളുടെ നേതാവായി അല്ലാഹു മഹാനവളെ മാറ്റുകയും ചെയ്യുന്ന അത്ഭുതകരമായ അവസ്ഥ. അല്ലാഹുവിന്റെ തദ്ബീറുകൾ അങ്ങനെയാ. കാരണങ്ങൾ നമുക്കാണ് വേണ്ടത്, അല്ലാഹുവിന് ഇതിന്റെ ആവശ്യമില്ല. എങ്ങനെ റബ്ബ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുപോലും നമ്മൾ വിചാരിക്കാത്ത രീതി. പക്ഷെ ഇത് കാണാനൊരു കണ്ണുണ്ടായാൽ മനസ്സിലാവും. അല്ലാഹു ഈ ഭൂമിയിൽ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോഴും നമ്മൾ അതാണ് അറിയുന്നത്. അള്ളാഹുവിൻ്റെ കഴിവ് മുത്ലഖാണ്. ആരോ നമ്മുടെ നാട്ടിലൊരു ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അല്ലേ, ഭൂമിയിലൊന്നും ചെയ്യാനില്ലാത്ത പടച്ചവൻ പിന്നെ സ്വർഗത്തിൽ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നത്. സംഗതി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ കാണാനുള്ള കണ്ണില്ലാത്തത് കൊണ്ടല്ലേ. എല്ലാം റബ്ബിൻ്റെ ഇടപെടലല്ലേ. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ ക്രയവിക്രയങ്ങളടക്കം നമ്മുടെ ചോയ്സ് എല്ലാം, നമ്മുടെ എല്ലാ വ്യവഹാരങ്ങൾ, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുകളല്ലേ. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളല്ലേ ഈ പ്രപഞ്ചം മുഴുവനും. അള്ളാഹു തആല ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണോ? രണ്ടും അല്ലല്ലോ. അപ്പൊ പിന്നെ മൂന്നാമതൊരാൾ ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ ഖാലിഖിന്റെ പേരാണ് അല്ലാഹ്. ഇതാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ മുത്ലഖാണ് എന്ന് പറയും. നമ്മുടേത് മുഖയ്യദാണ്. നമുക്ക് പരിമിതികളുണ്ട്. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള സാധനം ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ടച്ച് ചെയ്യാൻ കഴിയില്ല. അങ്ങോട്ട് അടുത്ത് നീങ്ങിപ്പോവണം. കൃത്യമായ ഡെസിമൽ സൗണ്ടേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ബിലോ ആണെങ്കിലും അതിൻ്റെ എബവ് ആണെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. കണ്ണുകൾക്ക് പരിധിയുണ്ട്. നമ്മുടെ അഖലിന്, ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അള്ളാഹുവിൻ്റേത് ലാ മഹ്ദൂദ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മുത്ലഖൻ ഖുദ്റത്താണ്. അള്ളാഹു ആദിലാണ്, നീതിമാനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മുത്ലഖൻ ആദിൽ. എന്താ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ നീതിക്ക് തുല്യമായിട്ട് ഒന്നുമേയില്ല. അള്ളാഹു ചെയ്യുന്നത് മുഴുവൻ നീതിയാണ്. മനുഷ്യരിൽ ജഡ്ജിമാരുണ്ടാകും. 100 കേസ് വന്നതിൽ ഒരു 90 കേസെങ്കിലും നീതിയുക്തമായി വിധി പറഞ്ഞാൽ അയാൾ നീതിമാനാണെന്ന് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റും. നേരെമറിച്ച് അള്ളാഹു കോടിക്കണക്കിന് ആളുകളെയാണ് റബ്ബ് തആല ഇവിടെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു വ്യക്തിയോട് അള്ളാഹുവിൻ്റെ നീതി റബ്ബ് കാണിച്ചില്ല എന്ന് വന്നാൽ അള്ളാഹു ആദിലല്ല എന്ന് വരും. 7 ബില്യൺ ആളുകളുണ്ടെന്ന് വിചാരിക്കുക. 7 ബില്യണിൽ ഒരു മനുഷ്യനോട് അള്ളാഹു നീതി കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ആദിൽ എന്ന് പറയില്ല. അള്ളാഹു അയാളോടടക്കം എല്ലാറ്റിനോടും നീതി പാലിക്കുന്നവനാണ്. പരമമായ നീതി, അതാണ് അള്ളാഹുവിന് കഴിവെന്ന് പറഞ്ഞാൽ പരമമായ കഴിവ്. അങ്ങനെ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രയെല്ലാം അത്ഭുതമുള്ള സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ നിദർശനങ്ങൾ ഒരുപാടുണ്ട്. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്, ബോധിക്കാൻ വേണ്ടിയാണ്. അസ്ഹാബുൽ ഫീൽ കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്കെതിരെ അള്ളാഹു ഉപയോഗിച്ചത് വെട്ടുകിളികളെയാണ്. വെട്ടുകിളി എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ അത്ര പോലും അതിന് ബോഡി വെയിറ്റ് ഉണ്ടാവില്ല. അവകൾ കൊച്ചു കല്ലുകൾ ക്യാരി ചെയ്തു. ഒരു തുമ്പിയെ കൊണ്ടൊക്കെ നമ്മൾ, ഡ്രാഗൺ ഫ്ലൈ ഇല്ലേ, തുമ്പിയെ കൊണ്ടൊക്കെ കല്ല് പെറുപ്പിക്കുക, എന്തായിരിക്കും അവസ്ഥ? ഈ ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് അവകൾ എറിഞ്ഞു. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന വർഷം നടന്ന സംഭവമാണ്. തങ്ങളോട് എന്തെങ്കിലും എതിർപ്പുള്ള ആളുകളുണ്ടെങ്കിൽ, മക്കയിലിറങ്ങിയ സൂറയാണ് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അങ്ങനെ സംഭവം നടന്നില്ലെങ്കിൽ അവരെന്ന് പറയും, ഇത് ഞങ്ങളാരും കേൾക്കാത്ത കഥയാണല്ലോ. അത് നടന്ന സംഭവമാണ്. ആരും നബി തങ്ങളോട് അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിട്ടില്ല, സംശയം പോലും പറഞ്ഞിട്ടില്ല. അവർക്കറിയുന്ന കഥയാണത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അല്ലാഹുവിനത് ചെയ്യാൻ പറ്റും. എന്നിട്ട് കരയിലെ ഏറ്റവും വലിയ ജീവിയെ, പക്ഷികളിലെ ഏറ്റവും ചെറിയ പക്ഷിയെ കൊണ്ട് അല്ലാഹു തആല തുരത്തി ഓടിച്ചു. എന്തേ? അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് മുത്ലഖാൻ, ലാ മഹ്ദൂദാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും അതിൻ്റെതായ വഴികൾ കാണിച്ചു കൊടുത്തു എന്ന് റബ്ബ് തആല അലം നജ്അൽ ലഹു ഐനൈനി വലിസാനും വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോഴേ ഒരു കുഞ്ഞിന് ഒരു കഴിവില്ല എന്ന, ആകെ ഒരു ഒറ്റ കഴിവുള്ളൂ, ഒരു പ്രിഫിക്സ്. എന്താണത്? കുഞ്ഞിന് മുലപ്പാല് കുടിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നൊരു സംഗതിയാണ്. ഉമ്മക്ക് കുട്ടിക്ക് പാലെടുക്കാൻ പാല് നിറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്ക് അത് കുടിക്കാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും? കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ജനിച്ച കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ജനിച്ച കുഞ്ഞിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാളും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ കുഞ്ഞിനറിയുന്ന ഒരു കഴിവേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അത് ഉമ്മയുടെ
നെഞ്ചിൽ നിന്ന് ആ പാല് കുടിക്കുക എന്നതാണ്. കുഞ്ഞിന്റെ ചുണ്ടുകൾ ചലിക്കണം, കുഞ്ഞ് വലിച്ചെടുക്കണം, എയർ വലിക്കണം, അവിടെ ഇറക്കണം. ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുഞ്ഞിന് ഇത് എങ്ങനെ അറിയും? അല്ലാഹു തആല വഹദൈനാഹു നജ്ദൈൻ, അവന് ഭക്ഷണം കഴിക്കാനുള്ള 2 സ്ഥലങ്ങളിലേക്ക് നാം അവനെ വഴി നടത്തിയല്ലോ, അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുത്തല്ലോ. ജീവിക്കാനുള്ള സംവിധാനം നാം കുഞ്ഞിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ആരാ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? ജന്തുജാലങ്ങളുടെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോഴേ വെള്ളത്തിലിട്ട അവകൾ നീന്തി രക്ഷപ്പെടും. നമ്മളെയും പോലെയല്ല ചില ജീവികൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖ ഫസവ്വ, അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല അതിന്റെ കൃത്യമായ ഗൈഡൻസ്, ഫഹദാ, അല്ലാഹു തആല അതിനാവശ്യമായ മാർഗദർശനങ്ങളും ഓരോ ജീവിക്കും റബ്ബ് നൽകി. ഇതിനൊന്നും സയൻസിന് ഉത്തരമില്ല. എങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ സംഭവിക്കുന്നു. ആര് പഠിപ്പിച്ചു? കുഞ്ഞിന്, പശുക്കിടാവിന് നീന്താൻ ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? ആരുമില്ല, അല്ലാഹു റബ്ബ് തആലയല്ലാതെ. സാൽമൻ ഫിഷിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന സാധനമാണത്. അത് എന്നിട്ട് കടലിലൂടെ യാത്ര ചെയ്യണം. 5000 മുതൽ 8000 കിലോമീറ്റർ വരെ അത് മുട്ടയിട്ടിട്ട് യാത്ര ചെയ്യും. മുട്ടയിടാൻ വേണ്ടി യാത്ര ചെയ്യും. എന്നിട്ട് മുട്ടയിട്ടതിന് ശേഷം അവകൾ തിരിച്ചു പോരും. ഫ്രഷ് വാട്ടർ, പുഴയിൽ നിന്ന് കടലിലേക്ക് സന്ധിക്കുന്ന നദികളിലൂടെ കയറി ചെന്ന് കല്ലിനടയിലും മറ്റും തലയടിച്ചിട്ട് അവകൾ ചത്തുപോവുക ചെയ്യുക പ്രസവിച്ചതിന് ശേഷം. ഈ കുഞ്ഞുങ്ങൾ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഉമ്മമാര് യാത്ര ചെയ്തത് അവിടത്തേക്ക് കുഞ്ഞുങ്ങൾ വലുതായിട്ട് തിരിച്ചു യാത്ര ചെയ്യും. ഒരു GPS ഇല്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കടലിലൊക്കെ എത്തിയ നമുക്ക് 2 കിലോമീറ്റർ പോയ എവിടെ കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് തിരിയില്ല. ഈ ജന്തുജാല അത്ഭുതമാണ്. മനുഷ്യൻ അതിനെ കുറിച്ച് പഠിച്ചു. ഇവകൾ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മൈഗ്രേഷൻ ആണോ? ആണ്. അല്ലേ? അല്ല. കാരണം അവർ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ല അത്. ആ കുഞ്ഞുങ്ങൾ വളരുന്നതോടുകൂടെ അവകൾ തലസ്ഥാനത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യാണ്. 8000-ഉം അതിലേറെയും കിലോമീറ്ററുകൾ ഈ മത്സ്യം യാത്ര ചെയ്യുന്നു. പോയ കൃത്യമായ സ്ഥലത്തേക്ക് തിരിച്ചെത്തും. ഉമ്മ എവിടെ നിന്നാണോ പോയത് അവിടത്തേക്ക് മക്കൾ തിരിച്ചെത്തുകയാണ്. സാൽമൺ ഫിഷ് കിലോക്ക് 60 ഉണ്ട് 50 ഉണ്ടെന്നൊക്കെ കാണുമ്പോഴേ ഇത് ഇത്ര അത്ഭുതമുള്ളൊരു ജീവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു റഷീദാണ്. ഇതൊക്കെ മനുഷ്യന് പടച്ചോൻ കാണിച്ചു തരികയാണ്. കണ്ണുകൊണ്ട് തുറന്ന് കാണണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുത്തലഖായ റബ്ബ് തആലയുടെ അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് തആല മൻ കാന അല്ലാഹു മഅഹ്, അള്ളാഹു നമ്മോട് കൂടെയുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം എളുപ്പമാണ്. ഈ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ആഗ്രഹങ്ങളുടെ ഒരു സ്വപ്നങ്ങളുടെ ലോകത്താണ്. അനന്തമായ സ്വപ്നങ്ങളുടെ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അനന്തമായ സ്വപ്നമാണ്. അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊരാഗ്രഹം വരുന്നു, അത് കഴിഞ്ഞാൽ വേറൊരാഗ്രഹം വരുന്നു, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് വരുന്നു. ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കൊണ്ട് ആൾ കുടുങ്ങി പോവാണ്. പിന്നെ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ അടിക്കുകയാണ്, ബുദ്ധിമുട്ടാവുകയാണ്. ഏതൊരു ജോലി കൊണ്ട് താൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ ആ ജോലി കൊണ്ട് താൻ പരാജയപ്പെടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാനസികമായി ടെൻഷൻ അടിക്കുകയാണ്. ഒരു വാഹനം വേണമെന്ന് വിചാരിച്ചു, ആ വാഹനം വാങ്ങിച്ചു, അതിനെന്തെങ്കിലും ആക്സിഡന്റ് ആവും, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കും. സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അത് പെർമനന്റ് അല്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ രണ്ടെണ്ണമേ നിയന്ത്രിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ അനന്തമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ 2 കാര്യങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ഒന്ന് അൽ മൗത്ത്, മറ്റേത് അർ റിളാ. ഒന്ന് മരണമാണ്. മരണം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, അവിടെ അവസാനിക്കും. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന്റെ മുമ്പ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, അർ റിളാ. അല്ലാഹുവേ, നീ തന്ന നിന്റെ സർവമാന അനുഗ്രഹങ്ങളെ കൊണ്ടും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കണ്ടന്റ്മെന്റ്, മനസ്സുകൊണ്ട് തോന്നുന്ന ഞാൻ ഇഷ്ടമായി റബ്ബേ എന്ന് തോന്നുന്ന റിള, പൊരുത്തം. അല്ലാഹുവിനെ സംബന്ധിച്ച് പൊരുത്തപ്പെടാം.
ഇതില്ലാത്ത ആൾ മരിച്ചാലേ ഈ സ്വപ്നങ്ങളുടെ ലോകത്ത് നിന്ന് വേർപിരിയാൻ കഴിയും. അല്ലെങ്കിൽ അനന്തമായി തുടർന്നു കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ അടുത്തതിലേക്ക് കൂടും, അത് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് കൂടും. ഇങ്ങനെ അനന്തമായ ഓട്ടമാണ്. അതുകൊണ്ട് സക്കീനത്തും സമാധാനവും അള്ളാഹു നൽകുന്നത് പടച്ച തമ്പുരാനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചവർക്ക് മാത്രമാണ്. സൗന്ദര്യവും സമ്പത്തും ആരോഗ്യവും പ്രൗഢിയും ലോകത്ത് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട്, വാരിക്കോരി കൊടുക്കുന്നുണ്ട്, കയ്യും കണക്കുമില്ലാതെ. പക്ഷേ മനസ്സമാധാനം അള്ളാഹു നൽകുന്നത്, സക്കീനത്ത് റബ്ബ് നൽകുന്നത് അവനിഷ്ടപ്പെട്ട അള്ളാഹു തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ അസ്ഫിയയിന് മാത്രമാണ്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാത്തവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ലോകത്ത്, സമാധാനം കിട്ടൂല. പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്. ذلك من آيات الله من يهد الله فهو المهتد. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ذلك من آيات الله, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. 109 കൊല്ലം ഭക്ഷണം കഴിക്കാതെ അവർ ഉറങ്ങി. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരെയാണോ അള്ളാഹു സന്മാർഗത്തിലേക്ക് ചേർക്കുന്നത് അവരാണ് സന്മാർഗം ലഭിച്ചവർ. അള്ളാഹുവിന്റെ ഹിദായത്താണ് ഹിദായത്ത്. മനുഷ്യന്റേതായ ഹിദായത്തിന്റെ വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് റിച്ചർഡ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇന്നെനിക്ക് 40 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഐ വാസ് ആൻ ഏത്തിയസ്റ്റ്. ഇത്രയും കാലം പടച്ചവനില്ല എന്ന്, ദൈവമില്ല എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ആളാണ് ഞാൻ. 40 വയസ്സാകുമ്പോഴേ മനുഷ്യന്റെ ആരോഗ്യം ചെറുതായിട്ട് ഗ്രാഫ് താഴേക്ക് വരാൻ തുടങ്ങും. കാൽമുട്ടിന് വേദന വരും, പെരടിക്ക് വേദന, ഷോൾഡറിന് ഊരയ്ക്ക് ക്ഷീണം, ഉറക്കം തൂങ്ങല് ഒക്കെ വരും. പക്ഷേ നമ്മുടെ ബുദ്ധി 40 വർഷത്തെ പരിചയങ്ങളിലൂടെ സഞ്ചരിച്ച് ബുദ്ധി ഷാർപ്പായി കൊണ്ടിരിക്കും 40 കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല 40-ൽ അനുഭവത്ത് കൊടുക്കുന്നത്. മനുഷ്യന്റെ മെന്റൽ മെച്യൂരിറ്റി വരുന്നത് 40 ഇയേഴ്സ് ആകുമ്പോഴാണ്. അദ്ദേഹം പറയാം, ഞാൻ ഇത്രയും കൊല്ലം പടച്ചവനില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു പടച്ചവനുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, my research and my inquiries led me to embrace Islam. എൻ്റെ അന്വേഷണം ഇസ്ലാമിലേക്ക് എത്തുന്നു. അദ്ദേഹം ഉയർത്തി പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ മുസ്ലിമാണ്. ഇതുവരെ ഞാൻ പടച്ചവനില്ല എന്ന് പറഞ്ഞത്. 40 വയസ്സാ ചോരത്തളപ്പിന്റെ കാലത്ത് അതൊക്കെ പറയാൻ തോന്നും ചിലപ്പോൾ. മുസ്ലിമീങ്ങൾക്ക് വരെ, വിശ്വാസികൾക്ക് വരെ ഈമാനിൽ നിന്ന് ഒരൽപ്പം കണ്ട് വിട്ടുനിന്ന് കഴിഞ്ഞാൽ പിശാച് തട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന ലികുല്ലി അമലിൻ ശിറ വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമലുകൾക്കും ഒരു ആവേശത്തിന്റെ സമയമുണ്ട്. അത് മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. ആ ആവേശത്തിന്, എല്ലാ ആവേശത്തിനും ഒരു തളർച്ച വരും. വലികുല്ലി ശിറത്തിൻ ഫത്റ, എല്ലാ ആവേശത്തിനും ഒരു ക്ഷീണം വരും. ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആ സമയം നിങ്ങൾ എൻ്റെ അടുപ്പത്തിൽ നിന്ന് അകലത്തിൽ ജീവിക്കുമ്പോൾ ആരാണോ എൻ്റെ സുന്നത്തിൽ നിലനിന്നത് അവർക്ക് ഹിദായത്ത് നിലനിൽക്കും. അതിന്റെ മാന എന്താണ്? നമ്മൾ കുറേ കാലം നല്ല ആവേശത്തിലും ദീനും ക്ലാസും ദർസും തസ്ബീഹും ദിക്റും സ്വലാത്തും ഖുർആനും ഖത്തും ഒക്കെ ചെയ്ത് നടന്നു. പിന്നിടക്ക് പിശാച് നമ്മൾ എവിടെന്നോ തട്ടിയെടുത്ത് കൊണ്ടുപോയി. ആ പോകുന്ന പോക്കിൽ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കുറയും. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ യുക്തിവാദികളുടെയോ മറ്റു സംസാരങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, മനുഷ്യന്മാരല്ലേ, സംശയങ്ങൾ വരും. ചില ആളുകളുടെയൊക്കെ വർത്തമാനം കേട്ട അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര കാര്യമാണ് പറയണത്. ഇപ്പുറത്തൊക്കെ ഇരുന്ന് ആലോചിച്ച പച്ച നുണയാണല്ലേ പറയുന്നത് മനസ്സിലാവും. ഒരു ചങ്ങാതി അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ ചെയ്യും. ഞാൻ ആലോചിക്കും, പഠിച്ചാലും മനുഷ്യന്മാർക്ക് അതർ സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് തമാശ എന്താണെന്നറിയോ? അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമായിരുന്നു എന്ന് പറയുന്നു. അല്ലാഹു അലം, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല.
എന്നിട്ട് പറഞ്ഞു, ഖുർആനിലൂടെയാണ് ഞാൻ ഈസ നബി യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷിലാണ് പറയുന്നത്. അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ എന്താ മനസ്സ് ഖുർആനിൽ നിന്നും ഇങ്ങോട്ട് എത്തിയെന്ന് പറയാൻ എന്താണ് ഉള്ളത് നോക്കട്ടെ. അപ്പോൾ എന്താ പറയണമെന്നറിയോ? ഒരക്ഷരം പഠിച്ചിട്ടില്ല ഖുർആൻ എന്താണ്. എന്നിട്ട് പറയണത്, ഖുർആൻ നോക്കുമ്പോൾ ഈസാ നബിയുടെ പേര് 25 തവണ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബിയുടെ പേര് 4 തവണയേ വന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി യേശു ക്രിസ്തുവാണ് ഖുർആൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുല്ലാഹി വ റസൂലുഹു, അള്ളാഹിൻ്റെ നബിയാണ്, അള്ളാഹിൻ്റെ റസൂലാണ്. പിന്നെ ഖുർആനിൽ പ്രവാചകന്റെ ഉമ്മയോ ഉപ്പയോ വാപ്പയോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മറിയം ബീവിയെയാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ ഉമ്മയല്ലേ. അപ്പം ഞാൻ മനസ്സിലാക്കി ഖുർആനിലൂടെ എത്തേണ്ടത് ക്രിസ്ത്യാനിസത്തിലേക്കാണ്. ഇതിപ്പോൾ കേൾക്കുന്ന ഒരാൾ വിചാരിക്കും ശരിയായിരിക്കും. എന്താ കഥ? 4 തവണയെ നബി തങ്ങളുടെ പേര് പറഞ്ഞിട്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. എന്തുകൊണ്ട് തങ്ങളുടെ പേര് 4 പ്രാവശ്യം മാത്രം പറഞ്ഞു? തങ്ങളോട് ഖുർആൻ അഡ്രസ് ചെയ്യാൻ. യാ അയ്യുഹൻ നബി യാ അയ്യുഹർ ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നു. ഖുൽ ആരാ പറയാൻ? അള്ളാഹുവിന്റെ ഡയറക്റ്റ് സ്പീച്ചാ ഖുർആൻ. അങ്ങ് പറയണം നബിയെ. ഖുൽ ഖുൽ ഖുൽ. എത്ര ഖുല്ലുണ്ട് ഖുർആനിൽ? അത് ആരോടാ പറയണത്? തങ്ങളോടാണ്. തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് യാ മുഹമ്മദു എന്ന് വിളിച്ചിട്ടില്ല എന്ന് പോലും ചിന്തിക്കാൻ അയാൾക്ക് പറ്റണില്ല. 4 തവണ നബി തങ്ങളുടെ പേര് പറഞ്ഞത് നബി തങ്ങളെ പരിചയപ്പെടുത്തി ഖുർആൻ പറയുമ്പോഴാണ്. തങ്ങളോട് നേരിട്ട് യാ മുഹമ്മദു എന്ന് പറഞ്ഞില്ല ഖുർആൻ. ഈസ നബിയോട് യാ ഈസ ഇബ്നു മറിയം അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യാ ആദമു യാ നൂഹു, അങ്ങനെ അമ്പിയാക്കന്മാരൊക്കെ പേരെടുത്താ വിളിച്ചത്. നബി തങ്ങളെ പേരെടുത്ത് വിളിച്ചില്ല. പറഞ്ഞത് 3rd പേഴ്സണിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം is the messenger of Allah. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം is none but a messenger of God. ഇതൊക്കെ 3rd പേഴ്സണാണ്. നബി തങ്ങൾ ആരാണെന്നുള്ള പറയാം. ഡയറക്റ്റ് നബിയെ വിളിച്ചില്ല. ഖുർആന്റെ അഭിസംബോധന തങ്ങളോടല്ലേ. പിന്നെ എങ്ങനെ തങ്ങളോട് നേരിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക? തങ്ങളോടുള്ള അദബിന്റെ പേരിൽ അല്ലാഹു തങ്ങളുടെ പേര് വിളിച്ചിട്ടില്ല, ഡയറക്റ്റ് വിളിച്ചില്ല. പറഞ്ഞത് 4 തവണയാണ്. അതും 3rd പേഴ്സണായിട്ടാണ് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാതെ അങ്ങനെയാണെങ്കിൽ മൂസാ നബിൻ്റെ ആളുകളെന്ന് പറയുന്ന ജൂതമതത്തിലേക്കല്ല പോകേണ്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ 81 സ്ഥലത്തെ ഖുർആൻ പറഞ്ഞത്. മൂസാ നബിയുടെ ചരിത്രം. ഈസാ നബിൻ്റെ പേര് 25 ഉള്ളൂ. മൂസാ നബിയിൽ കൂടുതലുണ്ടല്ലോ. വെറുതെ തട്ടിവിടുക, കാര്യം മനസ്സിലാക്കാതെ. അതൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും എ മാൻ കൺവേർട്ടഡ് ഫ്രം ദിസ് ടു ദിസ് എന്നൊക്കെ പറയുമ്പോൾ കൗതുകത്തിൽ ആൾക്കാർ നോക്കി എന്താ ഈ സംഭവം എന്ന്. നമ്മളതിൻ്റെ ഇപ്പുറത്ത് ഇതിൻ്റെ വശം എന്താണെന്ന് അറിയാത്തൊരു തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ ഇമാമായി നോക്കി എനിക്ക് തോന്നുന്നില്ല. വെറുതെ 4 ആൾ കൂടിയപ്പോൾ ഒരാൾ മുമ്പ് നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഇമാം ഉണ്ടാവില്ല. കല്യാണത്തിനോ സൽക്കാരത്തിനോ എവിടെയെങ്കിലും കൂടിയപ്പോൾ എന്നല്ലാതെ ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കാതെ ഇങ്ങനത്തെ മണ്ടത്തരൊക്കെ ആൾക്ക് വിളിച്ചു പറയും. സുബ്ഹാനല്ലാഹ്. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അല്ലാഹ് ഹിദായത്ത് കൊടുക്കുന്നത് ആർക്കോ അവർക്കേ ഹിദായത്തുള്ളൂ. മനുഷ്യൻ്റെതായ ഹിദായത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കും. അവസാനം എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ ഈ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്കാണ്. റബ്ബ് തആല നൽകിയ ഈ സത്യത്തിലേക്കാണ്. സുബ്ഹാന ജല്ല ജലാല. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യം മുർഷിദാ. അല്ലാഹു ആരെയെങ്കിലും വഴിപിഴപ്പിക്കുകയാണെങ്കിൽ അല്ലാഹ് എപ്പോഴാണ് വഴിപിഴപ്പിക്കുക? വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. തിന്മ ചെയ്യുന്ന ആളുകൾ, തിന്മയെ എംബ്രേസ് ചെയ്യുന്ന ആളുകൾ, അവരെ അല്ലാഹു വഴിപിഴപ്പിക്കുന്നത്. അല്ലാഹു ആരെയാ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്? സന്മാർഗം വേണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ആളുകൾക്ക്. അത് വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചാൽ കിട്ടൂല. വേണമെന്ന് തീരുമാനിച്ചവർക്ക് ഹിദായത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട്. എന്നല്ലാതെ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ വിശ്വാസികളാക്കുന്നു, അല്ലാത്തവരെ അവിശ്വാസികളാക്കുന്നു. അങ്ങനെയല്ല ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് അല്ലാഹു വേറെ പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹനീഫിയായ ഒരു മനുഷ്യനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുന്നതിൻ്റെ മുമ്പ് മക്കയിൽ ജീവിച്ച ഒരു മഹാൻ. അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ റളിയല്ലാഹു അൻഹു എന്ന് പറയാം, അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട് അവരെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സ്ഥലത്ത് ഒരു ഭക്ഷണത്തിലിരിക്കുമ്പോൾ നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ്, പ്രവാചകരാകുന്നതിൻ്റെ മുമ്പ് തങ്ങൾ വിളിച്ചു, ഭക്ഷണം കഴിക്കല്ലേ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദ് എന്നവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നബിയല്ല, ലാ ആകുലു മാ ദുബിഹ അലൻ നുസ്ബ്,
ബിംബാരാധന നടത്തപ്പെട്ട് ചെയ്യപ്പെട്ട് അവരുടെ മേൽ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളെ ഞാൻ തിന്നൂല നബിയെ. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ഇന്നത് തിന്നണം ഇന്നത് തിന്നരുത് എന്ന നിരോധനമൊന്നും ഇല്ലാത്ത കാലമല്ലേ, തങ്ങൾ ഭക്ഷിക്കാറുണ്ടായിരുന്നു ഖുറൈശികൾ കൊടുക്കുന്ന ഭക്ഷണം. പക്ഷേ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ഇത് പറഞ്ഞതിന് ശേഷം തങ്ങൾ അങ്ങനെ ബിംബങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട തങ്ങൾ കഴിച്ചിട്ടില്ലെന്നും മറ്റു മാംസങ്ങളെ കഴിച്ചിട്ടുള്ളൂ എന്നും മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു ഒറ്റയാൻ പട്ടാളമായിട്ട് മക്കയിൽ ജീവിച്ചിട്ട് ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഇയാൾ തലകുനിച്ചില്ല, മദ്യപിച്ചില്ല, വ്യഭിചരിച്ചില്ല, കൊലപാതകത്തിന് പോയില്ല. സർവരാളും അംഗീകരിക്കപ്പെട്ട നല്ല മനുഷ്യനായി ജീവിച്ച ആളാണ്. എന്നിട്ട് അദ്ദേഹം മക്കയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയി, ഫലസ്തീനിലേക്ക്. കൂടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മൂത്താപ്പാന്റെ മോനുണ്ട് വറഖത്ത് ഇബ്നു നൗഫൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. രണ്ടുപേരും പോയി എവിടെയാണ് സത്യമതമുള്ളത്. അദ്ദേഹം അല്ലാഹുവെ സുജൂദ് ചെയ്തിട്ടുള്ളൂ. ഒരു പടച്ചവൻ. അദ്ദേഹം പറഞ്ഞു 2, 3, 40, 50 ദൈവങ്ങളില്ല, ഒന്നേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മതമുണ്ട്, പക്ഷെ അതിന് ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല. അദ്ദേഹം കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, അല്ലാഹുവേ ഇൻ കുൻതു അഅലമു അഹബ്ബൽ വുജൂഹി ഇലൈക ലഅബതുക ബിഹാ. അല്ലാഹുവേ നിന്നെ ആരാധിക്കേണ്ട ശരിയായ രീതി എന്താണെന്ന് എനിക്കറിയുമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ നിനക്ക് ഇബാദത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് നിസ്കാരം എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മണ്ണിലേക്ക് വീഴുമായിരുന്നു, നെറ്റി കുത്തിയിട്ട്. അദ്ദേഹത്തിന് പറ്റുന്ന സുജൂദ് ചെയ്യും. അങ്ങനെ നിസ്കരിച്ചിരുന്നൊരു മഹാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഹ്ശറു ഉമ്മതൻ ബൈനി വബൈന ഈസ ഇബ്നു മറിയം. നാളെ ഖിയാമത്ത് നാളിൽ എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഒരു സമുദായമായിട്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് പുനർജന്മം കൊടുക്കുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ മനുഷ്യൻ. ഖുറൈശികളെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ശരിയല്ല. മനുഷ്യൻ ആരാധിക്കേണ്ടത് ബിംബങ്ങളെയല്ല. മനുഷ്യൻ ആരാധിക്കേണ്ടത് മനുഷ്യന്റെ കണ്ണുകളെ പടച്ച, എന്നാൽ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത സർവേശ്വരനും സർവ തന്ത്രജ്ഞനും ഹക്കീമുമായ അലീമായ എല്ലാം അറിയുന്ന അള്ളാഹുവിനെയാണ്. പക്ഷെ അതിന് ഡീറ്റെയിൽസ് അറിയില്ല. ഷാമിൽ ചെന്നപ്പോൾ ഒരു ജൂത പണ്ഡിതനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അള്ളാഹുവിന്റെ സമാവിയായ വല്ല വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ ഇദ്ദേഹത്തിന് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നിയെന്ന് മറ്റൊരു അത്ഭുതമാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ മക്കയിൽ ഹനീഫികൾ എന്ന് പറയുന്ന ഇവരെയാണ് ഹനീഫികൾ. ഹനഫികളല്ല, അത് അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ് പിൻപറ്റുന്നവരാണ് ഹനഫികൾ. ഹനീഫികൾ, ഹനീഫം മുസ്ലിമൻ എന്ന് പറഞ്ഞില്ലേ, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഹനീഫികളായ ആളുകൾ മക്കയിൽ നബിതങ്ങൾ നബിയായി വരുന്നതിന് മുമ്പുണ്ട്. അള്ളാഹു അവർക്ക് മനസ്സിലായി ഇത് ശരിയല്ല, ശരി എവിടെയോ ഉണ്ട്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബിംബാരാധന ചെയ്യൂല എന്ന് പറഞ്ഞ് ഏകനായൊരു പടച്ചവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ഖുറൈശികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞ മനുഷ്യനാണ് സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. ഇതാരാന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുന്ന അശറത്തുൽ മുബശ്ശരീൻ 10 മഹാന്മാരെ നബി തങ്ങൾ പേരെടുത്ത് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക് പോകുന്ന? അതിലുണ്ട് മഹാനായ സഈദ് ഇബ്നു സെയ്ദ്. ആ സെയ്ദ് ആരാ? സഈദ്, സെയ്ദ് എന്നവരുടെ മകൻ സഈദ്, സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. ഈ സഈദ് ഇബ്നു സെയ്ദ് ആരാ? റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാ. ഉമർ റളിയല്ലാഹുവിന്റെ പെങ്ങൾ ഫാത്തിമ ബിൻതുൽ ഖത്താബ് എന്നവരുടെ ഭർത്താവാണ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അവരുടെ വാപ്പയാണത്, സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവിടെ എത്തിയപ്പോൾ ആൾക്കാർ അവർ ചോദിച്ചു, ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ മതം ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടിയാൽ അള്ളാഹുവിന്റെ ദേഷ്യമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, മാ ഫിറു ഇല്ലാ മിൻ ഗളബില്ലാഹ്, അള്ളാഹിന്റെ ദേഷ്യം എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നില്ല. ഇബ്രാഹിം നബിന്റെ മതമുണ്ടോ എന്ന് നോക്കി, എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി. മാ കാന യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, മഹാനവറുകൾ ജൂതനോ ക്രിസ്ത്യനോ ഒന്നും ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫ, നേരായ വഴിയിൽ ജീവിച്ച മഹാനായിരുന്നു. വല്ല വഴിയുണ്ടോ നോക്കിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു ക്രിസ്തീയ പാതിരിയെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിയാലേ ഇപ്പൊ ഞങ്ങളുടെ അടുത്തുനിന്ന് ശരിയായ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 500 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കൂടെ കൂടിയാൽ അള്ളാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടായേക്കും. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യണം? അവരും പറഞ്ഞു, ഇബ്രാഹിമി പരമ്പരയുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് ഇബ്രാഹിം ഹനീഫം മുസ്ലിമ. അതെവിടെ കിട്ടും നോക്കിയെന്നാണ്. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിച്ചപ്പോ ഹബ്റും മിനൽ അഹ്ബാർ, ഫലസ്തീനിലെ അന്നത്തെ ഷാമിലെ ഒരു പണ്ഡിതനാ പറഞ്ഞത്,
ഖദ് ആന ളുഹൂറുഹു ബിമക്ക, ആ നബി പ്രവാചകനായി മക്കയിൽ പ്രത്യക്ഷപ്പെടാൻ സമയമായിട്ടുണ്ട്, നിങ്ങൾ മക്കത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു, സ്വന്തം നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ആ വരുന്ന വഴിയിലാണ് മഹാനവറുകൾ വഴിയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സത്യം എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു ത്വര വരും. ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ചില ആളുകൾക്ക് അള്ളാഹു സ്വപ്ന ദർശനമാണ് നൽകുക, ചില ആളുകൾക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും, ചിലർക്ക് നല്ല ചിന്തകൾ കാണിച്ചു കൊടുക്കും, നല്ല അറിവ് നൽകും. ചില ആളുകൾക്ക് നല്ലത് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. ഹിദായത്തിന് ഒരുപാട് വഴികളാണ്. അള്ളാഹു പല വഴികളിലൂടെയാണ് അള്ളാഹു ഹിദായത്ത് തരിക. അള്ളാഹുവിന്റെ വചനം കേൾക്കുന്നത് ഭയങ്കരമായൊരു സംഭവമാണ്. ഖുർആൻ കേൾക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ കരയുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞ മുഴുവൻ ഖുർആൻ കേൾക്കുന്നവരെ കുറിച്ചാണ്. ഓതുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരില്ല, പക്ഷേ തറാവീഹിലൊക്കെ നിൽക്കുമ്പോൾ ഇമാം ഓതുമ്പോൾ കരയുന്നില്ലേ? നമ്മള് ഖിയാമുൽ കരഞ്ഞു പോകുന്നില്ലേ? ഖുർആൻ കേൾക്കുമ്പോൾ കരയും. ഹൃദയത്തിന്റെ ഉള്ളിൽ ചലനങ്ങൾ ഉണ്ടാവും. കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതപ്പെടുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. പുണ്യനബി തങ്ങൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് ഖുർആൻ ഓതിത്തരൂ. തങ്ങളെ അങ്ങേക്ക് ഞാൻ ഓതിത്തരുകയോ? വ അലൈക ഉൻസിൽ, അങ്ങേക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, അങ്ങനത്തെ അങ്ങേക്ക് ഞാൻ ഓതിത്തരേ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറെ ഒരാൾ ഖുർആൻ ഓതിത്തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി സൂറത്തുൻ നിസായിലെ ഒരായത്തിലെത്തിയപ്പോൾ തങ്ങൾ മദി 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 എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈമാൻ ഉറക്കാൻ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു പണിയാണ് ഖുർആൻ കേൾക്കുന്നത് വർദ്ധിപ്പിക്കണം. ഓതാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. ഓതുമ്പോൾ കിട്ടുന്ന അതിലേറെ ഒരുപക്ഷെ ഹൃദയവുമായി നമ്മൾ ഖുർആനെ ചേർത്ത് വെക്കുന്നത് അത് കേൾക്കുമ്പോഴായിരിക്കും. ഓതിന് വലിയ പുണ്യമുള്ളതാണ്, ഓതണ്ടെന്നല്ല ഈ പറയുന്നത്. ഓതാൻ സൗകര്യപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് ഖുർആൻ തീരെ കേൾക്കാതെ പോകരുത്. എത്രയോ ഖുർആൻ റേഡിയോകളുണ്ട്, എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട് ഖുർആൻ മാത്രമുള്ളത്. ഇവിടെയൊക്കെ റേഡിയോ മാറി മാറി തിരിച്ച AM-ഉം FM-ലൊക്കെ ഇഷ്ടംപോലെ ഖുർആൻ കിട്ടും. അത് കേൾക്കുന്നത് ഹിദായത്തിന്റെ കാരണമാണ്. ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ വെളിച്ചം ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദങ്ങൾക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ, നമ്മുടെ തലച്ചോറിനുള്ളിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഖുർആൻ കേൾക്കുക, വെറുതെ ഈ പാട്ടും അതും കേട്ടിട്ട് വെറുതെ നമ്മൾ ഖുർആനൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ, പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇൻഷാ അല്ലാഹ് വലിയ മാറ്റം ഉണ്ടാവും. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത് ഇറക്കി തരും. ഖുർആൻ കേൾക്കുന്നവരെ കുറിച്ചാണ്. കരയുന്ന കാര്യങ്ങളൊക്കെ ആയത്ത് പരിശോധിച്ചാൽ കാണും. ഖുർആൻ എവിടെയൊക്കെ കരയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഖുർആനെ കുറിച്ച്, ഖുർആൻ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ. അത് ഹിദായത്തിന്റെ ഒരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങനെ ആളുകൾ ഇനിസ്തജാറക, അങ്ങയോട് അഭയം ചോദിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഫഅസ്മിഉഹു കലാം അല്ലാഹ്, അല്ലാഹുവിന്റെ കലാം നിങ്ങൾ അവരെ കേൾപ്പിക്കണം. ثم أبلغه مأمنة, പിന്നെ നിങ്ങൾ അവർക്ക് അഭയം കൊടുത്തേക്കണം, അവരെത്തിക്കുന്നിടത്ത് എത്തിച്ചു കൊടുത്തേക്കണം. പക്ഷേ ഖുർആൻ കേൾക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം. അത് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഓതാൻ പ്രയാസങ്ങളുണ്ടാവും. വണ്ടിയിലൊക്കെ പോവാണ്, മൊബൈലുണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ബസ്സിലും ട്രെയിനിലും കാറിലും റോഡിലൊക്കെ നടക്കുകയാണെങ്കിലൊക്കെ ജോഗിങ്ങിന് പോവാണ്, വെറുതെ മോർണിംഗ് വാക്കിന് പോവാണ്, ഖുർആൻ പ്ലഗ് ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക. എത്രയോ മനോഹരമായ ഖിറാത്തുകൾ. ചില ഖിറാത്തുകളൊക്കെ ഭയങ്കര മൂവിങ് ആണ്. ചിലത് കേട്ടാൽ നമ്മൾ വെറുതെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആനെ വന്നെങ്കിൽ നിർത്താൻ തോന്നൂല. അവിടെ അതങ്ങ് ആയത്തങ്ങ് പൂർത്തിയാവട്ടെ എന്ന് വിചാരിക്കും. പിന്നെ അടുത്തൊന്ന് ഓതിക്കോട്ടെ എന്ന്. പിന്നെ നമ്മളെന്താ തിരഞ്ഞെടുക്കുന്നത്, അവിടെയൊക്കെ നിർത്തിയിട്ട് ഇതങ്ങ് കേട്ടുപോയി പോകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാം ഹിദായത്തിൻ്റെ വലിയൊരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് നബി തങ്ങളുടെ അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ഖുർആൻ കേട്ടിട്ടില്ലേ? ഹിദായത്തിന്റെ വഴി കിട്ടിയ വഴി നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഖുറൈശികളോട് പറയണം, ഖുറൈശികളെ,
മുഹമ്മദ് നബിയെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണെങ്കിൽ നമുക്ക് കൊന്നുകളഞ്ഞൂടെ എന്ന് ചോദിച്ചു. അതല്ല വല്ല സത്യസന്ധതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകളല്ലേ, അവർ കൊണ്ടുവന്നത് ഖുർആനല്ലേ, ബുദ്ധിയുള്ള ഒരാളെ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ആ നബിയോട് പോയിട്ട് ഒന്ന് സംവദിക്കട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. കാരണം പ്രവാചകൻ വേറൊന്നും വെല്ലുവിളിച്ചില്ലല്ലോ, ആയുധവുമായിട്ടല്ലല്ലോ വന്നത്, വിശുദ്ധ ഖുർആനല്ലേ ഓതി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ബുദ്ധിയുള്ള ആരെങ്കിലും, കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, അങ്ങനെയാണ് വലീദ് ബിൻ ഉത്ബയെ പറഞ്ഞയക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, യാ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഅൻത ഖൈറുൻ അം അബൂക്, അഅൻത ഖൈറുൻ അം ജദ്ദുക്. നിങ്ങളാണോ ഖൈർ, നിങ്ങളുടെ വാപ്പയാണോ? നിങ്ങളാണോ ഖൈർ, നിങ്ങളുടെ വല്ലിപ്പയാണോ? എന്താ മറുപടി പറയാ? എന്ത് മറുപടി പറഞ്ഞാൽ ആ ഉത്തരം തെറ്റായിരിക്കും. ആളുടെ കാഴ്ചയിലും അയാൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം അയാളെ സംബന്ധിച്ചോളം എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. തങ്ങളൊന്നും പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു വല്ലാത്തി, ലാത്ത് എന്ന് പറയുന്ന വിഗ്രഹത്തെ തന്നെയാണ് സത്യം. ഈ ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹ് എന്നതിനെ, അള്ളാഹ് എന്ന ഇസ്മിനെ പെണ്ണാക്കിയതാണ് ഈ ലാത്ത് എന്ന് പറയുന്നത്. ലാത്ത ഉസ്സ എന്നൊക്കെ പറയില്ലേ. ലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പിടിച്ച്, ഹാനെ പിടിച്ച് പുള്ളിയിട്ട് താക്കിയതാണ്. അള്ളാഹിനെ പിടിച്ച് ദേവിയാക്കി മാറ്റിയതാണ് അവർ അന്ന്. അതാണ് ഈ ലാത്ത്. വല്ലാത്തി, പഴയകാല അറബി സാഹിത്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ വല്ലാത്തി വൽ ഉസ്സ അങ്ങനെ പറയാം. ഉസ്സയെ തന്നെ സത്യം, ലാത്തിനെ തന്നെ സത്യം എന്ന് പറയും. ആള് പറഞ്ഞു, മുഹമ്മദ് എന്നവരെ നിങ്ങൾക്ക് ഖുറൈശി പ്രമാണിമാരിൽപ്പെട്ട 10 പെൺകുട്ടികളെ വേണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, കല്യാണം കഴിപ്പിച്ചു തരാം. നിങ്ങൾക്ക് അധികാരം വേണോ, ഞങ്ങളുടെ സർവ്വ അധികാരങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ മാറ്റിവെച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണോ ഉള്ളത്, ഞാൻ നിങ്ങൾക്ക് അതിനെ പറ്റിയ നല്ല ഡോക്ടർമാരെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. എന്താ വേണ്ടെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ പുണ്യനബി ചോദിച്ചു, അഫറഗ്ത യാ അബൽ വലീദ്, അബുൽ വലീദേ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആ കഴിഞ്ഞു എന്ന് പറഞ്ഞു. തങ്ങൾ പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയാളൊന്നും തങ്ങൾ മറുപടി പറഞ്ഞില്ല. പൈസ തരാം, കാശ് തരാം, പെണ്ണുങ്ങളെ തരാം, രാജാധികാരം തരാം, നിങ്ങൾ ഈ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന നിർത്തിയേക്കും. അഫറഗ്ത യാ അബൽ വലീദ്, അബുൽ വലീദേ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അത് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള വാക്കാണ്. കാരണം തങ്ങൾ അത്ര ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടേ അഫറഗ്ത യാ അബൽ വലീദ്, ആ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, തങ്ങള് സൂറത്ത് ഫുസ്സിലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ ബശീറൻ വനദീറൻ ഫഅഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. അങ്ങനെ ഓതി 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 فإن عرضوا فقد أنذرتكم صاعقة مثل صاعقة عاد وثمود. അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ആദ് സമൂദ് ഗോത്രങ്ങളെ എന്താണോ അള്ളാഹു ചെയ്തത് അത് നിങ്ങൾക്ക് സംഭവിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഉനാഷിദുകല്ലാഹ വറഹിം, മുഹമ്മദ് നബിയെ നമ്മളും നിങ്ങളൊക്കെ കുടുംബ ബന്ധമുള്ള ആളുകളല്ലേ, പിന്നെ വലിയ പടച്ചവനായ അള്ളാഹു, അങ്ങനെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയത്. അള്ളാഹ് വലിയ പടച്ചവനാണ്, പിന്നെ ജൂനിയർ പടച്ചവന്മാർ വേറെയുണ്ട്. അതാണ് കഅബത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച ബിംബങ്ങൾ. മുശ്രിക്കീങ്ങളായിരുന്നല്ലോ. അള്ളാഹിനെ തന്നെ സത്യം, വറഹിം നമ്മുടെ കുടുംബ ബന്ധത്തെയും സത്യം. നിങ്ങൾ ഇനി വായ തുറക്കരുത്, ഇനിയൊന്നും പറയല്ല, എനിക്ക് കേൾക്കാൻ വയ്യാന്ന് നബി തങ്ങളെ വായ പൊത്തിപ്പിടിച്ചു ഇയാള്. എന്നിട്ട് അദ്ദേഹം ഖുറൈശികളുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഖുറൈശികളെ, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചു, ഞാൻ കവിയാണ്, എനിക്ക് ജ്യോത്സ്യന്മാരുടെ വർത്തമാനങ്ങൾ അറിയാം, കവികളുടെ കവിതകൾ അറിയാം, സാഹിത്യകാരന്മാർ ഇഷ്ടം പോലെ പരിചയമുണ്ട്. പക്ഷേ ഈ ഖുർആൻ കവിതയല്ല, ജ്യോത്സ്യന്മാരുടെ വാക്കുകളല്ല. ഇത് വടാവൃക്ഷമായി
ഫലം തൂങ്ങുന്ന ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ അടിഭാഗം ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിലേക്ക് ആണ്ടുപിടിച്ച് നിൽക്കുകയാണ്. ഇത് ആടിയുലയാത്തൊരു വൃക്ഷമാണ്. ഇന്നഹു യഅലു വലാ യുഅല, ഈ ഖുർആൻ ഉയർന്നുകൊണ്ടിരിക്കും, ഇതൊരിക്കലും കീഴ്പ്പെടുത്തപ്പെടൂല. പറഞ്ഞപ്പോ ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. നിങ്ങളും മതം മാറിയല്ലേ? ഞാൻ കാര്യാ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, വലീദേ ഒരു കാര്യം, നിങ്ങളെങ്ങാനും ഇത് പുറത്ത് ജനങ്ങളോട് പോയി പറഞ്ഞാൽ മുഴുവൻ ആളുകളും മുഹമ്മദ് നബിയുടെ കൂടെ കൂടും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. സിഹ്റാന്നങ്ങ് പറഞ്ഞേക്ക്, ഇത് മാജിക്കാണ്. ആര് കേട്ടാലും അട്രാക്റ്റഡ് ആയി പോകും. അതുകൊണ്ട് ഇതൊരു മാജിക്കാണ്. സിഹ്റുൻ യുഅ്തർ, ശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് സിഹ്റാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ശുദ്ധ ഖുർആൻ ഖൽബിനെ ഇളക്കുകയാണ്. വായ പൊത്തിപ്പിടി, ഇനി ഒരക്ഷരം ഓതരുതെന്ന് പറഞ്ഞു. ഇനി കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പേടിച്ചുപോയി അദ്ദേഹം. ഖുർആനിന്റെ മധുരിമയിൽ അദ്ദേഹം ലയിച്ചുപോയി. ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതലാവ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിക് വ ഇന്ന അലാഹു ലമുസ്മിർ ഇന്നഹു യഅലു വലാ യുഅല. വിശുദ്ധ ഖുർആനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ ഒരു വഴിയാണ്. നബി ഞങ്ങൾ ഖുർആനെ കേൾപ്പിച്ചു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റഷീദാണ്. അല്ലാഹു ഓരോരുത്തരെയും ഹിദായത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അസ്ബാബുകളിലൂടെ അല്ലാഹു വഴി നടത്തുന്നവനാണ്, സന്മാർഗദർശനം നൽകുന്നവനാണ്. നമ്മൾ വിചാരിക്കും ദലാലത്തിന്റെ വഴിയാണെന്ന്. പക്ഷേ ആ ദലാലത്തിന്റെ വഴിയെന്ന് നമ്മൾ വിചാരിച്ചാലും അതിനിടയിൽ അല്ലാഹു തആല ഹിദായത്തിന്റെ ചില സിഗ്നലുകൾ ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. അവിടെ നിന്ന് അവർ നന്നായിട്ട് വരും. അല്ലാഹു റഷീദാണ്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. റഷീദ് എന്ന് പറഞ്ഞാൽ റഷീദുൻ യുഹിബ്ബു അഹ്ലർ റുഷ്ദ്, തന്റെ ഇടത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. വഹുവല്ലദീ ജഅല മൻ യുഹിബ്ബുഹു മിൻ ഖൽഖിഹി കദാലിക്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ റബ്ബിന്റെ സൃഷ്ടികളിലും അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വഅഅതാഹു മിനസ് സിഫാത്തി മാ ഷാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ ചില ആളുകൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുത്തു ഭൂമിയിൽ. അവരാളുകൾ ഇഷ്ടപ്പെടുന്നു. ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം, കളിയാക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ മുഅ്മിനീങ്ങളുടെ ഖൽബിനുള്ളിൽ അവർ ജീവിക്കുകയാണ്. വജഅലഹു വഅംസകഹാ അമ്മൻ യുബ്ഗിദുഹു, അല്ലാഹു ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ഈ ഗുണങ്ങളൊന്നും കൊടുത്തില്ല. വജഅലഹു അലാ അദ്ദാദിഹ, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളാണ് ആ മനുഷ്യനുണ്ടാകുന്നത്. ഫഹാദാ അദ്ലുഹു, ഹിദായത്ത് കൊടുത്തത് റബ്ബിന്റെ നീതിയാണ്. വഹാദാ വദാക ഫദ്ലുഹു വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹുവിന്റെ ഔദാര്യമാണ് ആ ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹിദായത്ത് വേണ്ടെന്ന് വെച്ച ആൾക്ക് കൊടുക്കാതിരിക്കുന്നത് റബ്ബിന്റെ നീതിയുമാണ്. അള്ളാഹുവിന്റെ അദലും ഫദ്ലുമുണ്ട്. നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുവേ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക്, പടച്ചോനെ ഞങ്ങളോട് നീതി കാണിക്കണേന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ നമ്മളൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ്. അള്ളാഹു നീതി പോലെ ഓരോ നിഅമത്തിനും ശുക്ർ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇബാദത്ത് വേണ്ട വിധത്തിൽ ചെയ്തിട്ട് നമ്മൾ തൗബ ശരിയായിട്ടുണ്ടോ? ഇങ്ങനെ അള്ളാഹു കീറി മുറിക്കാൻ തുടങ്ങിയാൽ നീതി പാലിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക് ലാ ബിഅദ്ലിക്, അള്ളാഹു നീ ഞങ്ങളെ നിന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിക്കണമേ. ഔദാര്യം. യുദ്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും നിങ്ങളോട് ശത്രുത വെച്ച് ഇങ്ങോട്ട് കയറി നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അവരോട് തിരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ നിങ്ങൾക്ക് അവർ നാശം വരുത്തിയത് അത്രയേ തിരിച്ചു ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്. ഒമൻ അഫാ, മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് അല്ലാഹുവിന് ഇഷ്ടം. ഉണ്ടായ നഷ്ടത്തിന് കൃത്യമായ നഷ്ടം അത് ഏറെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നീതിയാണ്. പക്ഷെ അവിടെ നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിലോ അത് നിങ്ങൾ ചെയ്യുന്ന ഔദാര്യമാണ്. അല്ലാഹുവിന് ഇഷ്ടം ഔദാര്യമാണെന്ന് പറയാം. ഫദ്ൽ, അല്ലാഹുവിനോട് ഫദ്ലിനെ ചോദിക്കുക. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ ഔദാര്യം നൽകി അനുഗ്രഹിക്കട്ടെ. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به
വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. സൂറത്തുൽ ജിൻ. ഖുൽ പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു, ഒരു വിഭാഗം ജിന്നുകൾ എൻ്റെ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഖുർആനാണ് ഞങ്ങൾ കേട്ടത്. യഹ്ദീ ഇലർ റുഷ്ദ്, ഖുർആൻ കേൾക്കുന്ന ആളുകൾ റുഷ്ദിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ നേരായ മാർഗത്തിലേക്കാണ്, റുഷ്ദിലേക്കാണ് ജനങ്ങളെ വഴി നടത്തുന്നത്. അപ്പോൾ ഖുർആൻ കേട്ടുകൊണ്ടവർ പറഞ്ഞു, ഈ ഖുർആൻ സന്മാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങൾ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ അള്ളാഹുവിനോട് കൂടെ ഒന്നിനെയും ഒരാളെയും പങ്കുകാരായി ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല എന്ന് ജിന്നുകൾ വിളിച്ചു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുന്നു. യഹ്ദീ ഇലർ റുഷ്ദ്, അള്ളാഹു സന്മാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. അള്ളാഹുവിൻ്റെ കലാമും അങ്ങനെയാണ്. അതുകൊണ്ട് ഖുർആൻ നിരന്തരമായി കേൾക്കുന്നത് നമ്മുടെ ഹിദായത്ത് നിലനിൽക്കാൻ ആവശ്യമാണ്. ഹിദായത്ത് ഇല്ലാത്ത ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കാനും വഴി അത് തന്നെയാണ്, ഖുർആൻ കേൾക്കലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് റുഷ്ദ് തരുന്നത്, അള്ളാഹു റഷീദാണ്, അള്ളാഹു മാർഗദർശനം നൽകുന്നവനാണ്. ആ റുഷ്ദിന്റെ അള്ളാഹുവിൻ്റെ ഒരു രീതി മിൻ ഖിലാലി മഖ്ലൂഖാതിഹി വ കുതുബിഹി വ റസുലിഹി, ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു നമുക്ക് സന്മാർഗദർശനം തരും. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, മറ്റൊന്ന് വ കുതുബി, അള്ളാഹുവിൻ്റെ കിതാബുകൾ, മറ്റൊന്ന് വ റസുലി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ. എങ്ങനെയാ സൃഷ്ടികൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് സൃഷ്ടിജാലങ്ങൾ മുഴുവനും. സൃഷ്ടിജാലങ്ങൾ, എല്ലാ സൃഷ്ടിയും സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഒരേ ഒരുത്തൻ മാത്രമാണ്. കാരണം മനുഷ്യൻ പലതിനെയും ആരാധിക്കും ലോകത്ത്. മദ്യം ലഹരിയെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, പൈസയെ ആരാധിക്കുന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. വ്യഭിചാരത്തെ ആരാധിക്കുന്നവരുണ്ട്, വഞ്ചനയെ പുൽകുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു വസ്തുവിനോടുള്ള ആരാധന പ്രകൃതിയെ പടച്ചുണ്ടാക്കിയതാണ്. അത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പോയില്ലെങ്കിൽ അത് പല പ്രേമമായിട്ടും അല്ലാതെ ഈ ലഹരിയായിട്ടും വഴികേടിലേക്കും അതങ്ങ് പോകും. അത് അള്ളാഹുലേക്ക് ഡയറക്റ്റ് ചെയ്താൽ പരിശുദ്ധമായൊരു സ്നേഹമായി അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. അത് സന്തോഷം കിട്ടുന്ന സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, കേട്ടിട്ടില്ലേ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഖദീജ ബീവിയുടെ കുടുംബക്കാരനാണ്. അബുൽ ആസ് ഇബ്നു റബീഅ നുബുവത്തിന് പ്രവാചകരാകുന്നതിന് മുമ്പ് കല്യാണം നടന്നു. അതുകൊണ്ട് അദ്ദേഹം മുശ്രിക്കാണ്. പിന്നെ ഇസ്ലാം വന്നിട്ടില്ല, അന്ന് നബി ആയിട്ടില്ല. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ കൂടെ ജീവിക്കുകയാണ്. ഉമാമ, അലി എന്ന് പറഞ്ഞ രണ്ട് മക്കളുണ്ട് ഇവർക്ക്, സൈനബ് ബീവിക്ക്. ഉമാമ മോളാണ്, അലി എന്നവർ മോനാണ്. സൈനബ് ബീവിയുടെ മോൻ അലി. അവർ ജനിച്ചതൊക്കെ മക്ക കാലഘട്ടത്തിലാണ്. അങ്ങനെ
അബുൽ ആസ് ബിൻ റബീ ദീർഘമായ യാത്ര, ഭയങ്കര സ്നേഹമായിരുന്നു. സൈനബ് ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ദീർഘമായ യാത്ര പോയി അബുൽ ആസ് ബിൻ റബീ. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നബി തങ്ങൾ നബി ആയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും മുഅ്മിനീങ്ങളായിട്ട് ഇവർക്ക് യോജിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്ന നിയമം അന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ വന്നപ്പോഴേ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് അള്ളാഹു നുബുവത്ത് നൽകിയിട്ടുണ്ട്, ഞാൻ ആ നുബുവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, എൻ്റെ വാപ്പ കളവ് പറയുന്ന ആളല്ല. പിന്നെ ആരൊക്കെ ഉണ്ട് സൈനബേ നിന്റെ കൂടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, ഖദീജ ബീവിയുണ്ട്. അങ്ങനെ ആൾക്കാരുടെ പേര്, അലി തങ്ങളുണ്ട്. ഇവരൊക്കെ പറഞ്ഞു കൊടുത്തു. അബുൽ ആസ് ബിൻ റബീ പറഞ്ഞു, എന്നാൽ എനിക്ക് എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഇസ്ലാം മദീനയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. സൈനബ് ബീവിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരു വശത്ത് എൻ്റെ ഉപ്പയാണ്, മറുവശത്ത് ശത്രുക്കളുടെ കൂടെ അബുൽ ആസ് ഒരുപക്ഷെ പോയേക്കും. അതുകൊണ്ട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അന്ന് പേടിച്ചത് ബദർ യുദ്ധം, അതുപോലെ ബദർ യുദ്ധം നടന്നു. ഒരു വശത്ത് നബി തങ്ങൾ, ഇപ്പുറത്ത് മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകളുടെ സൈന്യത്തിലുണ്ട് ആര്? അബുൽ ആസ് ബിൻ റബീ. യുദ്ധം നടന്നു. യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾ തോറ്റു. 70ഓളം ആളുകളെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മക്കക്കാരോട് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, മാദാ ഫഅല അബി, എൻ്റെ ഉപ്പാക്ക് എന്താണ് സംഭവിച്ചത്? പറഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല മോളെ. മാദാ ഫഅല സൗജി, എൻ്റെ ഭർത്താവിന് എന്താ സംഭവിച്ചു? അടുത്തത് പറഞ്ഞു, പിടിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഖുറൈശികൾ ഓരോരുത്തരും അവരവരുടെ ആളുകളെ പൈസ കൊടുത്ത് മോചിപ്പിച്ചു. 70ഓളം ആളുകളെ. കുറെ ആളുകള് അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു. അബുൽ ആസ് ബിൻ റബീഇനെ നബി തങ്ങളുടെ മോളെ കല്യാണം കഴിച്ചതല്ലേ, അതിന്റെ പേരിൽ അവർക്കൊരു ആളുപോലെ പാർട്ടി തന്നെ ആണെങ്കിലും ഏത് സമയവും ചാടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള പേടി കൊണ്ട് അബുൽ ആസ് ബിൻ റബീഇനെ ഖുറൈശികൾ ആരും ഒരു പൈസയും കൊടുത്തയച്ചില്ല. അദ്ദേഹം തടവുകാരനായിട്ട് തുടരുകയാണ്. അങ്ങനെ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ കഴുത്തിലെ മാല കൊടുത്തയച്ചു മദീനത്തേക്ക്. അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു. ബീവി കൊടുത്തതാ കല്യാണ സമയത്ത്. അങ്ങനെ നബി തങ്ങൾ മദീന പള്ളിയിൽ വെച്ചിട്ട് ഓരോരുത്തരുടെയും റാൻസം തുക ഉണ്ടാകും, മോചനദ്രവ്യം. അത് നോക്കിയിട്ട് ഇത് ആരുടേതാന്ന് ചോദിക്കും. അത്തുലിഖ് സറാഹ, അവരെ വിട്ടയച്ചേക്ക്. ഇത് ആരുടേതാ? ഇത് ഇന്ന ആൾക്കാണ്. അത്തുലിഖ് സറാഹു, വിട്ടേക്കണം. അങ്ങനെ നോക്കുമ്പോണ്ട് ഈ മാല തങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു വേദന വന്നു തങ്ങളുടെ മനസ്സിൽ. സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിയോടുള്ള സ്നേഹമായിരുന്നു അത്. തങ്ങൾ ചോദിച്ചു, ജനങ്ങളെ, അബുൽ ആസ് ബിൻ റബീഇനെ നിങ്ങൾക്കറിയുമല്ലോ, എൻ്റെ മകളുടെ പുതിയാപ്പിളയാണ്. ഈ മാല എൻ്റെ ഖദീജയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ്. അതുകൊണ്ട് ഈ മോചനദ്രവ്യമില്ലാതെ അബുൽ ആസ് ബിൻ റബീഇനെ എൻ്റെ മകൾ സൈനബിന് വേണ്ടി മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. സ്വഹാബികളൊക്കെ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെ അത്തുലിഖ് സറാഹ, മോചനദ്രവ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞു. അബുൽ ആസ് ബിൻ റബീഇനെ തങ്ങൾ വിളിച്ചു. അബുൽ ആസേ, നിനക്ക് സൈനബിന്റെ അടുത്തേക്ക് പോകാം, അതിന് സമയമായി എന്നാണ് നിനക്ക് തോന്നുന്നതല്ലേ? അതെ അതെ നബി, ഞാൻ പോകും. ഇസ്ലാം സ്വീകരിക്കാൻ മനസ്സ് വരുന്നുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അബുൽ ആസ്, നിന്നെ ഞാൻ വിട്ടയക്കുകയാണ്. ഈ മാല സൈനബിന്റെ കയ്യിൽ തന്നെ കൊടുത്തേക്കണം. പക്ഷേ ഇന്നല്ലാഹ അമറനി അൻ ഉഫർരിഖ ബൈനൽ മുസ്ലിമതി വൽ കാഫിർ, ഭാര്യയും ഭർത്താവും ഒരാൾ മുസ്ലിമും ഒരാൾ കാഫിറുമാണെങ്കിൽ അവർക്ക് വൈവാഹിക ജീവിതത്തിൽ തുടരാൻ പാടില്ല എന്ന അള്ളാഹുവിൻ്റെ നിയമം ഇറങ്ങിയിരിക്കുന്നു. അത് ഒറ്റക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അബുൽ ആസ്, എൻ്റെ മോളെ എന്നിലേക്ക് നീ തിരിച്ചയക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് നിയമമെങ്കിലേക്കോട്ടെ. അദ്ദേഹം അത് അംഗീകരിച്ചു.
അന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. അബുൽ ആസ് മക്കയിലേക്ക് പോവാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അറിഞ്ഞു ഭർത്താവിന് മോചനം കൊടുത്തിട്ടുണ്ട് എന്നുണ്ട്. ഓടി വന്നപ്പോൾ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സൈനബെ അവിടെ നിൽക്കണം. ഇയാൾ അങ്ങോട്ട് പറയാണ്, സൈനബെ, നിന്റെ ഉപ്പ എന്നോട് പറഞ്ഞു ഒരു മുസ്ലിമച്ചായ ഒരു പെണ്ണും ഒരു കാഫിറായ ഭർത്താവും അങ്ങനെ ജീവിക്കാൻ പാടില്ല, രണ്ടുപേരും വേർപിരിയുന്നതാണ്. രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുന്നവരെ, അല്ലെങ്കിൽ ആരാണോ കാഫിർ അവർ ഇസ്ലാം സ്വീകരിക്കണം. അപ്പൊ സൈനബ് ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെയും എൻ്റെ മക്കളെയും അനാഥമാക്കിയിട്ട് കുഫ്റിനെ നെഞ്ചിലേറ്റാനാണോ അബുൽ ആസെ നിങ്ങൾ തീരുമാനിച്ചത്? ഞങ്ങളോടുള്ള ഈ സ്നേഹബന്ധത്തിന് ഇത്രേ വിലയെ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അള്ളാഹു ആരാണെന്നും എൻ്റെ ഉപ്പ ആരാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലയോ? എന്തിനാണ് ഈ വാശി? നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിച്ചൂടെ? സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പെണ്ണിന്റെ വാക്കിൽ പ്രലോഭിതനായിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഖുറൈശികൾ പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം സ്വീകരിക്കുന്നില്ല, നീ ഉപ്പാൻ്റെ അടുത്തൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ മദീനത്തേക്ക് വരികയാണ്. മദീനത്തേക്ക് വന്നിട്ട് 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആസ് ഇബ്നു റബീ മദീനത്തേക്ക് തിരിച്ചു വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇസ്ലാം സ്വീകരിച്ചു. തങ്ങൾ പറഞ്ഞു, സൈനബേ അബ്ശിരി, സന്തോഷിച്ചോളൂ സൈനബേ, നിന്റെ ഭർത്താവ് നിന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. വല്ലാത്ത സ്നേഹബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു അത്. സൈനബ് ബീവിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്, അബുൽ ആസ് എന്നവർക്ക് ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ഇന്നതാണ് എന്ന് പറഞ്ഞതോടുകൂടെ സൈനബ് ബീവിക്കും പ്രശ്നമില്ല, ഭർത്താവിനും പ്രശ്നമില്ല, അബുൽ ആസ് ഇബ്നു റബീഇനും കുഴപ്പമില്ല. റളിയല്ലാഹു അൻഹു, ഇപ്പോൾ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഖൽബിനുള്ളിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയായിരുന്നു. ഖുറൈശികൾ കളിയാക്കുമോ, ഖുറൈശികൾ എന്തെങ്കിലും പറയോ എന്ന ഒരു ഭീതിയെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നബി തങ്ങളോട് അനാദരവ് അദ്ദേഹം കാണിച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞ ഈ നിർദ്ദേശം അങ്ങനെ അംഗീകരിച്ചു. ഒരു മുസ്ലിമായ മനുഷ്യൻ അംഗീകരിക്കുന്ന പോലെ അദ്ദേഹം അംഗീകരിച്ചു. ഇന്നല്ലാഹ അമറനി അൻ ഉഫർരിഖ ബൈനൽ മുഅ്മിനതി വൽ കാഫിർ. നിങ്ങൾ കാഫിറാണ് അബുൽ ആസെ, എൻ്റെ മകൾ സൈനബ് മുസ്ലിമത്താണ്, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല. എൻ്റെ മോളെ നീ എനിക്ക് തിരിച്ചയച്ചു തരുമോ? ഞാൻ അയച്ചു തരാം. അങ്ങനെ നബി തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു സൈനബ് ബീവി. സൈനബ് റളിയല്ലാഹു അൻഹ വളരെ വിഷമിച്ചിട്ടുണ്ട്, വളരെ സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമുണ്ട്. നബി തങ്ങൾ വളരെയധികം സന്തോഷിച്ച ഒരു രംഗമാണ്. ഭയങ്കര ബുദ്ധിമാനിയായിരുന്നു അബുൽ ആസ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല. പക്ഷെ അധികകാലം തൻ്റെ ഭാര്യയോടുകൂടെ ജീവിക്കാൻ പിന്നീട് 6 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ 1.5 വർഷമേ ഉണ്ടായുള്ളൂ. 1 വർഷത്തിൽ സൈനബ് ബീവിയും പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അബുൽ ആസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به. ഹിദായത്ത് നൽകുന്നതും മാർഗദർശനം നൽകുന്നതും അല്ലാഹുവാണ്. ആരെങ്കിലും വിചാരിച്ചോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ എളാപ്പയും സയ്യിദ് ശുഹദാവുമായ ബദറിലെ യുദ്ധത്തിന് ഗംഭീരമായ നേതൃത്വം നൽകിയ ഉഹദിലെ നേതാവുമായിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പച്ചക്കരൽ കടിച്ചു തുപ്പിയിട്ട് ദേഷ്യം തീർത്ത ഹിന്ദും റളിയല്ലാഹു അൻഹയും അവരുടെ അടിമയായിരുന്ന വഹ്ശിയും ഇസ്ലാം സ്വീകരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? യഹ്ദീ മൻ യശാ. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില നന്മകളാണ് അവരെ ഇസ്ലാമിലേക്ക് എത്തിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമില്ലാത്ത ആളാണ്, പക്ഷെ അയാൾ സത്യസന്ധനായിരിക്കും, ഒരാളെയും ചതിക്കൂല, ഒരാളോടും പ്രതികാരം ചെയ്യൂല, ദുസ്വഭാവങ്ങളില്ല, വേണ്ടാത്തരം ഒന്നും ചെയ്യില്ല. അങ്ങനെ നടക്കുന്ന അവിശ്വാസികളാണെങ്കിൽ അവർക്ക് ഹിദായത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. നിങ്ങൾ ചെയ്ത നന്മയുടെ കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയത് എന്ന് കുഫറിൽ നിന്ന് ഈമാനിലേക്ക് വന്ന ഒരാളോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. കാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ ആരാധ്യൻ. എന്നിട്ട് പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്
ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ, രാവും പകലും വന്നുകൊണ്ടിരിക്കുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഈ ഇരുട്ട് മതി, വെളിച്ചം മതി. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വലിയ ദൃഷ്ടാന്തമാണ്. നൈറ്റ് ആകുമ്പോഴേക്കും ഭൂമി തണുത്തു, നമുക്ക് ഉറങ്ങാൻ. പകലിനി എത്ര കർട്ടൻ പിടിച്ചിട്ട് നമ്മൾ ഡാർക്കാക്കിയാലും ഭൂമി തെളിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരും. രാത്രി ഉറങ്ങുന്ന പോലെയല്ല പകൽ ഉറങ്ങുന്നത്. ഇനി എത്ര അണ്ടർഗ്രൗണ്ട് പോയി ഉറങ്ങിയിട്ടും കാര്യമില്ല. ഭൂമിയെ അള്ളാഹു ഉറക്കുമ്പോൾ നമ്മളും കൂടെ ഉറങ്ങുകയാണ്. ഭൂമി തണുത്തു, ഭൂമി പെട്ടെന്ന് തണുക്കും. കര തണുക്കാൻ സമയമെടുക്കും. ചൂടുകാലത്ത് കര തണുത്തു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കാറ്റ് ഇങ്ങോട്ട് നീങ്ങും. അതാണ് രാത്രി കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റടിക്കും. പകൽ സമയം രാവിലെ കരയിൽ നിന്ന് കടലിലേക്കായിരിക്കും അടിക്കുക. കാരണം ഇവിടെ പെട്ടെന്ന് ചൂട് പിടിക്കും. കടലിൽ തണുത്തിരിക്കുന്ന സമയം ഇവിടെ ചൂടാണെങ്കിൽ ഇങ്ങോട്ട് കാറ്റടിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. എവിടെയാണോ ഡെൻസിറ്റി കൂടുതലുള്ളത് അവിടെ നിന്ന് ഇല്ലാത്തിടത്തേക്കാണ് കടലിൽ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉറങ്ങാനുള്ള എല്ലാ ഫേവറബിൾ കണ്ടീഷൻസും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ പറഞ്ഞു വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ, സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ. ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി പോകുന്ന കപ്പല്. തങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. തങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. തങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ? ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സാധ്യത, ഒരു സന്ദർഭം ഉണ്ടായില്ല പുണ്യനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. കടലൊക്കെ ഉണ്ട്, 10-60 കിലോമീറ്റർ ദൂരെ കടലുണ്ട്. പക്ഷേ തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കപ്പലും കണ്ടിട്ടില്ല. പക്ഷെ കപ്പലിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. 2 തട്ടുള്ള, അത് ഡബിൾ ഡെക്കർ കപ്പലിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 തട്ടുള്ള ഒരു കപ്പലിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു കൊടുത്തു. സങ്കല്പിക്കുക, താഴെ തട്ടിലും ആളുകളുണ്ട്, മേലെ തട്ടിലും ആളുകളുണ്ട്. അപ്പോ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കടലിൽ നിന്ന് വെള്ളം കഴുകാനോ പിടിക്കാനോ ആവശ്യമുള്ള വെള്ളം ആവശ്യമായി വരുമ്പോൾ അവർ താഴെ തട്ടിൽ നിന്ന് മേലോട്ട് കയറി ചെന്ന് ബക്കറ്റ് കൊണ്ട് മുക്കിയെടുത്തിട്ടാണ് പിന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നത്. അപ്പൊ ഇവർക്ക് തോന്നുകയാണ്, നമ്മൾ എന്തിനാണ് മേലെ തട്ടിലിൽ ഇരിക്കുന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ബുദ്ധിമുട്ടാക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ നിന്ന് എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് അടിഭാഗത്തുള്ളൊരു പലക എങ്ങാനും അവർ പൊട്ടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഹലകൂ അഹ്ലകൂ, അവരെല്ലാവരും നശിക്കും, അവർ നശിപ്പിക്കുകയും ചെയ്യും. നേരെ മറിച്ച് മേലെ ഇരിക്കുന്ന ആളുകൾ ഖബദു അലാ ഐദീഹിം, അവരുടെ കൈപിടിക്കുകയും നിങ്ങളിത് ചെയ്യല്ലേ എന്ന് പറഞ്ഞവരെ കൈപിടിച്ച് നിർത്തുകയാണെങ്കിൽ ലനജൗ വനജൗ, അവർ രക്ഷപ്പെടുകയും എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലെയാണ് തിന്മ ചെയ്യുന്ന ആളുകൾ തിന്മ ചെയ്യുമ്പോൾ അവർ ചെയ്തോട്ടെ എന്ന് നിങ്ങൾ പറയുമ്പോൾ സമൂഹം ഒന്നാകെ, സമൂഹം എന്ന കപ്പൽ നശിക്കുകയാണ്. അതിൽ യുക്തിയും ബോധവും വിദ്യാഭ്യാസവും അറിവും തൻ്റെ ഇടവുമുള്ള ആളുകൾ ആ തിന്മ ചെയ്യുന്നവരുടെ കൈപിടിച്ച് നിങ്ങളിത് ചെയ്യല്ലേ എന്ന് പറയുകയാണെങ്കിൽ അവരും രക്ഷപ്പെടും, സമൂഹം രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കപ്പലിന്റെ ഉദാഹരണം തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങളുമായി കടലിലൂടെ യാത്ര ചെയ്യുന്ന വലിയ കപ്പലുകൾ, മഹാകപ്പലുകൾ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ വരണ്ടേ കടലിൽ തന്നെ വരണ്ടേ? സിമെന്റും കല്ലൊക്കെ ഫ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? പ്രായോഗികമാണോ? എക്സ്പെൻസീവ് അല്ലേ? 500 വരെ അതിലേറെയും 1000-ലേറെയൊക്കെ കണ്ടെയ്നറുകൾ പോകുന്ന കപ്പലുകളുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. കല്ലഅലാം, മലകളെപ്പോലെ തോന്നും. ഒരു കുന്നിങ്ങനെ നിൽക്കാൻ തോന്നും കാണുമ്പോൾ. അത് കപ്പലായിരിക്കും. ശുദ്ധ ഖുർആൻ പറയാം. അങ്ങനെ തങ്ങളത് കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാ, അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കി തരുന്ന വെള്ളം. ആകാശം തെളിഞ്ഞിരിക്കും, അവിടെ വെള്ള ടാങ്ക് ഒന്നുമില്ല, ഒരു ടാങ്ക് പോലും അവിടെ ഇല്ല. പക്ഷേ ഇവാപറേഷൻ നടന്ന് വെള്ളമായിട്ട് നമുക്ക് ഭൂമിയിലേക്ക് വീഴുന്നത് എത്ര മനോഹരമാണ്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, മരിച്ചു കിടക്കുന്ന ഭൂമിയെ അല്ലാഹു മഴ കൊണ്ട് ജീവിപ്പിക്കുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, ഭൂമിയുടെ കരയിലും കടലിലുമായി അല്ലാഹു വിസ്തരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും
ദാബത്ത് എന്ന് പറഞ്ഞാൽ മാ യദിബ്ബു അലൽ അർദ്, ഭൂമിയിലൂടെ ചരിക്കുന്നതൊക്കെ ദാബത്താണ്. ഒരർത്ഥത്തിൽ നമ്മളും ദാബത്ത് എന്ന് പറയാം ഭാഷയിൽ. ചരിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് സ്പീഷീസുകൾ, മനുഷ്യൻ ഇന്നും കാണാത്ത എത്ര ജീവികളുണ്ടാവും ലോകത്ത്. ഇന്നും സയന്റിസ്റ്റുകൾ കാണാൻ പറ്റാത്ത ഓരോ നാട്ടിലുമുള്ള ഉറുമ്പുകളും പ്രാണികളൊക്കെ ജന്തുക്കളൊക്കെ കാണാത്തത്, വിചിത്രമായത്. ഇതിന് അത്ഭുതം എന്താണെന്നറിയോ? ഈ ജീവജാലങ്ങൾ മുഴുവനും ഒരു സൂല് കൊണ്ടുവന്നിട്ട പോലെ അള്ളാഹ് കാണിച്ചു തരണമെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ലോകത്തിന്. ഇതൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും ഓരോ കാലാവസ്ഥയിലും ചില ജിയോഗ്രഫിയിലും അവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ പോളാർ ബേസിനെ കാണെങ്കിൽ കരടിനെ പോളാർ കരടിയെ കാണാൻ അങ്ങോട്ട് പോകണ്ടേ? എവിടെ നിന്നാ കാണുമോ? കിട്ടൂല, അവർ ഐസിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത്ഭുതങ്ങളാണ് പ്രപഞ്ചം. അള്ളാഹു ശരിക്കൊരു അഡ്വഞ്ചറസ് ആയിട്ട് ഭൂമിയെ പടച്ചതെന്നാണ്. ഇതൊക്കെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇവിടെ പാമ്പും സിംഹം ആനയൊക്കെ ഉണ്ടാവുമ്പോഴേ ആടുംകുട്ടിയും ആൺകുട്ടിയൊക്കെ ഉള്ള രസം തോന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു ഹൊറർ ആൻഡ് ടെറർ, അതിൻ്റെ ഇപ്പുറത്തൊരു കംഫർട്ട് ആൻഡ് റിലീഫ്, ഇത് രണ്ടുണ്ടാവുമ്പോഴേ മനുഷ്യന്റെ മനസ്സിന് ബാലൻസ് ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. അള്ളാഹു കാറ്റുകളെ അടിച്ചു വീശുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. കാറ്റടിക്കണമെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിന്റെ താപം, അതിനനുബന്ധമായിട്ടാണ് കാലാവസ്ഥകൾ മാറുന്നത്. സൂര്യതാപത്തിനനുസരിച്ചാണ് ഇവിടെ കാറ്റടിക്കുള്ളൂ. ഭൂമിയിലെ ചൂട് കൂടുന്ന ഭാഗത്തേക്ക് ചൂടില്ലാത്ത ഭാഗത്ത് നിന്നും എയർ പാസ്സാവും. അതാണ് ഇപ്പോൾ കാറ്റ് എന്ന് പറയുന്നത്. അതിനൊക്കെ എത്ര കിലോമീറ്റർ ദൂരം, എന്തൊക്കെ സാധനങ്ങൾ ഇളകി മറിഞ്ഞു വീഴുന്നു, എന്തൊക്കെ പാറിപ്പോകുന്നു. കാറ്റിൻ്റെ ഒരു അത്ഭുതം നോക്കണേ. ആകാശഭൂമികൾക്കിടയിൽ വീഴാതെ അള്ളാഹു താങ്ങി നിർത്തുന്ന മേഘങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. മേഘങ്ങൾ താങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും സപ്പോർട്ട് കാണുന്നുണ്ടോ? മേലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തിക്ക് ക്ലൗഡായിട്ട് നിൽക്കുകയാണത്. എന്തൊരു മനോഹരമാണ് കാണാൻ, അല്ലേ? മേഘം കാണാൻ നല്ല ഭംഗിയല്ലേ? ഇല്ല, നോക്കിയിട്ടില്ല. ക്ലൗഡ് ഭയങ്കര ഭംഗിയാണ്. ഓരോ സമയത്ത് ഓരോ ഷേപ്പുകളായിരിക്കും ഇതിന്. ചിലപ്പോൾ ഇങ്ങനെ പരുത്തി പോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്, വളരെ തിക്കായിട്ട് സ്മോക്ക് പോലെ ഘനീഭവിച്ച ചില മലകളെ പോലെ, ചിലതിന് വല്ല ജീവികളുടെ രൂപങ്ങളുണ്ട്, സിംഹത്തിനെ വായ കാട്ടി നിൽക്കുന്ന പോലെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങളുടെ എഴുത്തുകളെപ്പോലെ. ആകാശഭൂമികൾക്കിടയിൽ അതിനെ അള്ളാഹു താങ്ങി നിർത്തുകയാണ്. മേലോട്ടങ്ങ് പോകൂല, ഭൂമിയിലങ്ങ് താഴുന്നില്ല, ഒരു കൃത്യമായ ഡിസ്റ്റൻസിൽ അള്ളാഹു അതിനെ കൊണ്ടുപോയി നിർത്തുകയാണ്. അതിനൊക്കെ എന്തൊക്കെ വേണമെന്നവിടെ? ഗ്രാവിറ്റി വേണം. ഗ്രാവിറ്റിയും പോരാ, അതിൻ്റെ ഒരു റേഷ്യോ കണക്കായിരിക്കണം. ഭൂമിയുടെ അരികത്തേക്ക് അത് നിൽക്കണം, എന്നാൽ ഭൂമിക്ക് ഇറങ്ങാൻ പാടില്ല. അതിൻ്റെ വെയിറ്റ് അതിന് അനുയുക്തമായിട്ട് അള്ളാഹു നിർത്താം. ആ വെയിറ്റ് കൂടിപ്പോവുകയാണെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിന്നെ നമുക്കൊന്നും വണ്ടി ഓടിക്കാൻ പറ്റൂല. ഭൂമിയിൽ മൊത്തം ക്ലൗഡാണെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും കാലാവസ്ഥയിൽ ചില ഫോഗുകൾ ഇറങ്ങും, അല്ലേ? വയനാട് ചുരത്തിലൊക്കെ ഫോഗുണ്ട്. അല്ലെങ്കിൽ ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ്. അബുദാബി ബോർഡർ മുതൽ തുടങ്ങും ഫോഗ്, അതുവരെ ഫോഗില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. പഠിച്ചോനെ, ആ ബോർഡർ തുടങ്ങുന്നിടത്തങ്ങ് തുടങ്ങും കൃത്യമായ ഫോഗ്. രാത്രിയൊക്കെ ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവയിലൊക്കെയുണ്ട്. ഇത് അള്ളാഹു നൽകുന്നൊരു ഇർഷാദാണ്, വഴി കാണിച്ചു തരലാണ്. അള്ളാഹു തആലയുടെ മാർഗദർശനമാണത്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈ. മനോഹരമായ സൂറത്ത് അൻആം. ദാലികുമുല്ലാഹു റബ്ബുക്കും, ഈ പറഞ്ഞതാണ് അള്ളാഹു, ഈ പറഞ്ഞ റബ്ബാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനെ ആരാധിക്കണം. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനാണ്. ഫഅ്ബുദൂ, അവനെ നിങ്ങൾ ആരാധിക്കണം. എത്ര വ്യക്തമാണ്! എന്തിനാ മനുഷ്യന്മാർക്ക് സംശയം വരേണ്ട കാര്യം? അള്ളാഹു ക്ലെയിം ചെയ്യാൻ ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ് അല്ലാഹുവാണ്. ഫഅ്ബുദൂ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ.
ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകളെ കൊണ്ട് റബ്ബിനെ കാണപ്പെടുകയില്ല, അല്ലെങ്കിൽ കണ്ണുകൾക്ക് റബ്ബിനെ കീഴ്പ്പെടുത്തുക സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ, എന്നാൽ കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനാണ് അല്ലാഹു. കണ്ണുകൾക്ക് അല്ലാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക സാധ്യമല്ല. വഹുവൽ ലതീഫുൽ ഖബീർ, എല്ലാം കൃത്യമായി അറിയുന്നവനാണ്, അതിസൂക്ഷ്മമായ ജ്ഞാനമുള്ളവനാണ് അല്ലാഹു. അല്ലാഹു ആരാണെന്ന് പഠിപ്പിച്ചു തരാണ് വിശുദ്ധ ഖുർആൻ. ഇവര് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഖുർആനിലെ സൂറത്തുകൾ. ഇന്നത്തെ മുസ്ഹഫും 1400 കൊല്ലം പഴക്കമുള്ള മുസ്ഹഫുകളുണ്ട്. ഒരു 5-6 കോപ്പികൾ അറിയപ്പെട്ട ലോകത്തെ വിവിധ ലൈബ്രറികളിൽ കിടക്കുന്നുണ്ട്, വളരെ ഒത്തന്റിക് ആയിട്ടുള്ളത്. ഇന്നത്തെ മുസ്ഹഫിലെ ഓരോ വാക്കുകളും അതിൽ കിട്ടിയ മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് ഒരു 15ഓളം മുസ്ഹഫുകൾ പ്രാചീനം, ഒരു 400 കൊല്ലം, 500, 1000, 1400 ഈ റേഞ്ചിൽ ഏറ്റവും പഴക്കമേറിയ യുനെസ്കോ അടയാളപ്പെടുത്തിയ ഖുർആൻ അടക്കം അൽ മുസ്ഹഫുൽ ഉസ്മാനി അടക്കമുള്ള മുസ്ഹഫുകളിൽ ആ ഓരോ വാക്കുകളും എങ്ങനെയാണ് എഴുതിയത് എന്നുള്ള ഒരു ഖുർആനിന്റെ ഒരു ആന്റിക് പതിപ്പ്. ഇന്നത്തെ മോഡേൺ ഖുർആൻ സൂറത്തുൽ ഇസ്രാ ആണ് തുടങ്ങുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബി, അപ്പോൾ സുബ്ഹാന എല്ലാ മുസ്ഹഫിലും വന്ന സുബ്ഹാന, പുള്ളിയുള്ളതും പുള്ളില്ലാത്തതുമായ എല്ലാ മുസ്ഹഫിലും വന്നത്, അതും വളരെ ഒത്തന്റിക്കാണ് ലോകത്ത്. ഒരു വള്ളി പുള്ളിക്ക് ഒരു ഹർഫിന് ഏറെയോ കുറവോ ഇല്ലാതെയാണ് ഇന്നത്തെ മുസ്ഹഫ് എന്ന് ഏത് യുക്തിവാദിക്കും മനസ്സിലാകുന്ന വിധമുള്ളൊരു ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട്. അൽ ഇഅ്ജാസുൽ ഖുർആനി അൽ മുസവ്വർ, അതിൻ്റെ ഒരു പേരുണ്ട്, ഞാൻ പേര് മറന്നുപോയി. ഇന്ന് അതിനെ സംബന്ധിച്ചായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അത് എവിടെ നിന്നാണ്? അത് ഇന്ത്യക്കാരനാണ് അതിൻ്റെ ഓഥർ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം 10 കൊല്ലം കൊണ്ട് ചെയ്ത വർക്കാണത്. ഇത് അറബ് നാട്ടിൽ എവിടെയോ ഒരു സ്ഥലത്താണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ തരണ്ട്. അതായത് ഖുർആൻ സത്യമാണോ അല്ലയോ എന്നറിയാൻ ഇത് മതി, വേറെ തെളിവും പ്രസംഗിക്കൊന്നും വേണ്ട. അതിൽ വേറെ വാക്കുകളൊന്നുമില്ല. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ മംലക്കത്തുൽ അറബിയത്ത് സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത മദീന മുസ്ഹഫും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ഹഫുകളുടെ, അതും ലോകത്ത് എവിടെയൊക്കെയാണ് മുസ്ഹഫ് ഉള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, UK മുസ്ഹഫ് അടക്കം, ഫ്രാൻസിലുള്ള കോപ്പി അടക്കം, ഉസ്ബെക്കിസ്ഥാനിലടക്കം, ഇന്ത്യയിലുള്ളതടക്കം, റാൻപൂരിലൊരു മുസ്ഹഫ് ഉണ്ട്, ഒരു പഴയ മുസ്ഹഫ്, അതടക്കമുള്ള മുസ്ഹഫുകളുടെ കൃത്യമായും ഓരോ വാക്കുകളായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത് ഇസ്ലാമിന് വേണ്ടി ഖുർആനിൻ്റെ ഖിദ്മത്തിൽ ചെയ്യപ്പെട്ട വലിയൊരു വർക്കാണത്. വേറൊന്നും പറയാനില്ല. ഇതിൽ ഖുർആൻ ഒരു ഹർഫ് ഏറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയമുള്ളവർക്ക് ആ ഒരു പുസ്തകം മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, വേണമെങ്കിൽ പോയിട്ട് ഓരോരുത്തർക്കും പരിശോധിക്കാം. ആ ഓരോ മുസ്ഹഫും വെച്ചിട്ട് ഒരു ഹർഫ് പോലും ഏറെയും കുറവുമില്ല. കിതാബുൻ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനെ നാമാണ് ഇറക്കിയത്, നാം അത് സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെ നമുക്ക് ബോധ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുണ്യനിബിതങ്ങൾ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ ഒരു വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസം ലോകത്തെ ഇങ്ങനെ വിളംബരം ചെയ്ത ആരാ ലോകത്തുള്ളത്? നിബിതങ്ങൾക്ക് മുമ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോണോത്തിസമല്ലേ പ്രചരിപ്പിക്കുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസം, ഏകനായ അള്ളാഹുവാണ് പടച്ചവൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശങ്ങൾ, ഇത് ലോകത്ത് വിളിച്ചു പറഞ്ഞ, ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ ഈസ നബിക്ക് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അവസാനം സമയം 10 ആയോ? നിർത്താനായല്ലോ മഞ്ഞ്. അപ്പം നമുക്ക് ഈ ഇസ്മ ഒന്നുകൂടെ അടുത്ത ആഴ്ച കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആയത്ത് ഓതി വെക്കട്ടെ. വഅലമൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاعْلَمُوا أَنَّ فِيكُمْ رَسُولَ اللَّهِ لَوْ يُطِيعُكُمْ فِي كَثِيرٍ مِّنَ الْأَمْرِ لَعَنِتُّمْ وَلَكِنَّ اللَّهَ حَبَّبَ إِلَيْكُمُ الْإِيمَانَ وَزَيَّنَهُ فِي قُلُوبِكُمْ وَكَرَّهَ إِلَيْكُمُ الْكُفْرَ وَالْفُسُوقَ وَالْعِصْيَانَ أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم.
ആകത്തുക നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എന്താണോ നമ്മോട് ചെയ്യാൻ പറഞ്ഞത്, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് നമ്മൾ പിൻപറ്റുന്നതിലൂടെ റഷീദായ അള്ളാഹുവിനെ നമ്മൾ പിൻപറ്റുന്നത്. ഇപ്പോൾ വലിയൊരു VIP ഒരു കാര്യം ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ചുറ്റും 8-10 ആളുകളുണ്ടാവും. അതിൽ എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാകും, എക്കണോമിസ്റ്റ് ഉണ്ടാവും, കെമിസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ ആവശ്യമുണ്ടോ ഡിസൈനർ ഉണ്ടാകും. ഓരോ വിഷയത്തിലും അതിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഇവർ VIP കൊണ്ടുനടക്കുക. അവർക്കൊരു വിഷയത്തിൽ സംശയം, അവരാണ് പറയുന്നത്. ഈ മെഡിസിനൊക്കെ എടുക്കാൻ പറ്റുമോ, ഞാൻ എന്ത് മെഡിസിനാണ് എടുക്കേണ്ടത്, അപ്പോൾ അവരുടെ പേഴ്സണൽ ഡോക്ടറാണ് മറുപടി കൊടുക്കുന്നത്. എഞ്ചിനീയർ, ഏറ്റവും നല്ല നിപുണനായ എഞ്ചിനീയർ. VIP-കളായ ആളുകൾ അങ്ങനെയല്ലേ, അവർക്ക് ചുറ്റും എക്സ്പേർട്ടുകൾ കൂടെ ഉണ്ടാവും. ആ എക്സ്പേർട്ടിന്റെ ഒരു അഭിപ്രായം ഇയാൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ എക്സ്പേർട്ടിന് അദ്ദേഹം പഠിച്ചെടുത്ത മുഴുവൻ ഇൽമിന്റെയും ഉപകാരം ഇയാൾക്ക് അയാളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിലൂടെ കിട്ടി അല്ലേ. അയാൾ പഠിച്ചുണ്ടാക്കിയത് മുഴുവൻ ഇയാൾ പഠിച്ചിട്ടില്ല, പക്ഷെ അത് പറഞ്ഞതുപോലെ ചെയ്തതിനാൽ ആ അറിവിന്റെ മുഴുവൻ ഫലവും ഇയാൾക്ക് കിട്ടിയില്ലേ എന്നതുപോലെ അള്ളാഹു ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു റഷീദാണ്. അള്ളാഹുവാണ് എല്ലാറ്റിനും മാർഗദർശനം ഏത് നിലക്കും നൽകാൻ കഴിയുന്ന അള്ളാഹുവാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് കറാഹത്താണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് മുബാഹാൻ, ഇന്നത് മുസ്തഹബാൻ എന്ന ദീനിന്റെ മസ്അലകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ എല്ലാം അറിയുന്ന റബ്ബ് തആലയുടെ ഇൽമിൽ നിന്നാണ് നമ്മൾ ഉപകാരപ്പെടുന്നത്. ഓരോ ലോകത്ത് ഓരോരുത്തരും പഠിച്ച് തെറ്റും തിരിച്ചും മറിച്ചും പഠിച്ചും തിരിച്ചും അങ്ങനെ കാലം തീർക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം അറിയുന്ന റബ്ബിന്റെ ഒരു വചനം സ്വീകരിച്ചാൽ പോരെ. അതല്ലേ വിജയം. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ ശരിക്കും അനുസരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുത്ലഖായ ഹിക്മത്തും റുഷ്ദും അള്ളാഹു നമുക്ക് തരും. മനസ്സിന് സമാധാനം ഉണ്ടാവും. മനസ്സിന് സമാധാനം ഉണ്ടാവാനായി ഈ നിയമങ്ങളും ഖുർആനും ഹദീസൊക്കെ ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞതിൽ നിന്ന് ഖുർആൻ കേൾക്കാനുള്ള സമയം കൂടുതൽ കണ്ടെത്തണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഓതണം, ധാരാളം ഓതണം. അതോടൊപ്പം ഓതാൻ കഴിയുന്നില്ലേ, ഖുർആൻ കേൾക്കണം. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ചില നമ്മുടെ ന്യൂറോണുകൾക്കൊക്കെ ചില പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് സമാധാനം നൽകട്ടെ. തിരക്ക് പിടിച്ച ബഹളങ്ങളുള്ള ഈ ലോകത്തിനിടയിൽ മുഅ്മിനീങ്ങൾ യംശൂന മുത്മഇന്നീൻ, ശാന്തരായി ഭൂമിയിലൂടെ ജീവിക്കുന്നതാണ്. എന്ത് ബഹളത്തിനിടയിലും എന്ത് പ്രയാസങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും അള്ളാഹു നമ്മുടെ ഖൽബിന് സക്കീനത്ത് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുക, അള്ളാഹുവിൻ്റെ അബ്ദുകളായിട്ട് ജീവിക്കുക, പടച്ചവനെ അനുസരിക്കുന്നവരായി, നിബിധങ്ങളെ അനുസരിക്കുന്നവരായിട്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് എന്തെന്നില്ലാത്ത സക്കീനത്ത്, മനസ്സമാധാനം തരും. അതാണ് ഇതിൻ്റെ വഴി. അതേ ഉള്ളൂ ഒരു വഴി, വേറെ വഴിയില്ല. അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയ സുഹൃത്തിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ദുആ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട CH അസ്ലമിനെ പ്രത്യേകം ദുആ ചെയ്യണം. ഭാര്യയുടെ പ്രസവം അടുത്ത് സ്വാലിഹായ ആരോഗ്യവാനായ കുട്ടിയെ സുഖപ്രസവത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. ബുദ്ധിശേഷിയും സംസാരശേഷിയും കുറവുള്ള ഇളയപ്പ 5 ദിവസമായി മിസ്സിങ് ആയിട്ടുണ്ട്. ദുആ ചെയ്യണം പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. മരുമകളുടെ ബന്ധു ഇന്ന് മരണപ്പെട്ടു. ഉമ്മയുടെ അനുജത്തിയുടെ മകളുടെ ഭർത്താവ് സിദ്ദീഖ് തുറയൂർ എന്നിവർ മരണപ്പെട്ടു. ദുആ ചെയ്യാൻ. ഉമ്മയുടെ മൂത്രസംബന്ധമായ അസുഖം ശിഫാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. PH അബ്ദുല്ല മാസ്റ്റർ മരണപ്പെട്ടു. ദുആ ചെയ്യാൻ. ഉമ്മയുടെ 3ാമത്തെ ആണ്ടാണ്, മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. സഹസുള്ള കൊച്ചുമകൾ പല്ലുവേദനയാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യണം. MP മഹ്മൂദ് ബല്ലാക്കടപ്പുറം സുഖമില്ലാതെ അബുദാബിയിൽ ഹോസ്പിറ്റലിലാണ്. പൂർണ്ണ ശിഫാന് വേണ്ടി ദുആ ചെയ്യാൻ. ഭീമമായ കടം കൊണ്ട് കുടുങ്ങിപ്പോയ സുഹൃത്തിൻ്റെ കടം വീടാൻ വേണ്ടി എളുപ്പമൊരു വഴി ശരിയാൻ വേണ്ടിയിട്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്യാൻ. മകൻ ഉമ്മയുമായി പിണങ്ങിയിട്ട് 3 മാസമായി. മകന് നല്ല ബുദ്ധി കൊടുത്തിട്ട് തിരിച്ചു വരാനും സന്തോഷത്തിലാവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അനുജൻ്റെ 6 കുടുംബത്തോടൊപ്പം ഹജ്ജ് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ തൗഫീഖിനായി. മക്കൾക്ക് മതബോധിക പഠനം ഹൈറായ രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട്. പുതിയ ഒരു സ്ഥാപനം തുടങ്ങി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. വീടിൻ്റെ പണി ഹലാലിൽ പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഈ വർഷം ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ ഹജ്ജ് കാര്യങ്ങളൊക്കെ പൂർത്തിയാവാനും മഖബൂൽ മബ്റൂർ ഹജ്ജ് ഉംറയും സിയാറത്ത് ചെയ്യാൻ തൗഫീഖിനെ ദുആ ചെയ്യാൻ.
ഉമ്മാക്ക് ഹജ്ജിന് പോകാനുള്ള പാസ്പോർട്ടിൻ്റെ കാര്യം റെഡി ആവാനുണ്ട് ദുആ ചെയ്യാൻ. ഉമ്മയുടെ കിഡ്നിയിൽ കല്ലാണ്, ഓപ്പറേഷൻ ഇല്ലാതെ ഷിഫാന് വേണ്ടി ദുആ ചെയ്യണം. സ്ഥലത്തിൻ്റെ ആധാരം ശരിയാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. ജോലി എളുപ്പമാവാനും അനുജൻ്റെ കാര്യം ബിസിനസ്സിലൊക്കെ വിജയമുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ സദസ്സിലുള്ള ഒരുപാട് ആൾക്കാർ നേരിട്ടും അല്ലാതെയും ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിൻ്റെ തലയിലൊരു ഇൻഫെക്ഷൻ ഉണ്ട്, മാറുന്നില്ല, ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ വസിയത്ത് ചെയ്ത ആളുകളുടെയൊക്കെ അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ പായസം നമുക്ക് കുടിക്കാൻ സജ്ജമാക്കി തന്ന അതിന് നിയ്യത്ത് ചെയ്ത ആളുകൾ അവർക്കുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അടുത്ത ആഴ്ചത്തേക്ക് ഒരാൾ ഏൽപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി ശരിയായതിലെ സന്തോഷം പങ്കുവെക്കാനാണെന്ന് പറഞ്ഞു. അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ ഒരുപാട് രോഗികളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് മുറാദുകൾ ഹാസിലാവാൻ നിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ തരത്തിലുമുള്ള ഷറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ അടുത്ത സമയങ്ങളിലായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ അക്ബർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അക്ബർ ഖാൻ ഉമ്മാൻ്റെ എത്രാമത്തെ ആണ്ടാണ്? അക്ബർക്ക് 3-ാമത്തെ ആണ്ടാണ്. അല്ലാഹു ഉമ്മാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അല്ലാഹു മർഹമത്ത് ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. اللهم آته الوسيلة والفضيلة وابعثه المقام المحمود الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته. اللهم ارزقنا بيده شربة هنيئة مريئة لا نظمأ بعدها أبدا. ഒരു 3 പ്രാവശ്യം ദിക്ർ ചൊല്ലണേ. ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. ഈ ദിക്ർ ചൊല്ലിയാൽ മനസ്സിൻ്റെ ദുഃഖം അള്ളാഹു ഇല്ലാതാക്കി തരുമെന്നും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുമെന്നും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ക് തരുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആൻ്റെ ഇടയിലാണെങ്കിലും അതൊരു വസിയത്തായിട്ട് ഏറ്റെടുക്കുക. ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു 3 തവണ അല്ലെങ്കിൽ 5 തവണയെങ്കിലും ഈ ദിക്ർ നമ്മൾ ചൊല്ലണം. അത് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ മാത്രമുള്ള ദിക്റല്ല അത് ഇസ്തിഗ്ഫാർ. കാരണം ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹ് തെറ്റ് പുറത്തു തരും എന്ന് അല്ല നബി തങ്ങൾ പറയുന്നത്. അള്ളാഹു നിങ്ങൾ ചൊല്ലുന്നതോടുകൂടെ മിൻകുല്ലി ഹമ്മിൻ മഖ്റജ, നിങ്ങൾ മിൻകുല്ലി ഹമ്മിൻ ഫറജ മിൻകുല്ലി ദീഖിൻ മഖ്റജ, എല്ലാവിധ ബുദ്ധിമുട്ടായി കിടക്കുന്ന വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള വഴി കാണിച്ചു തരും. നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളുടെ റിസ്ക് കൊണ്ടുതരുന്നതാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര പവർഫുള്ളാണ്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഞാൻ അള്ളാഹു പുറത്തു കൊടുക്കും. വലൗ കാന ഫർറ മിന സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളാണെങ്കിൽ പോലും അള്ളാഹു ഇത് ചൊല്ലുന്നവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠമായ ദിക്റാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു ഞങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ. മനസ്സിൻ്റെ വേദനകൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ. കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ ഹലാലായ റിസ്ക് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീം, ഞങ്ങൾ ഓരോരുത്തരുടെയും റിസ്കുകളിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ജോലിയിലും കച്ചവടങ്ങളിലും ഏതെല്ലാം തടസ്സങ്ങളും പ്രയാസങ്ങളും അസൂയക്കാരും ബുദ്ധിമുട്ടാക്കുന്നവരുമുണ്ടോ അള്ളാഹു നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ ഷർറിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സെഹർ ചെയ്യുന്നവരും കണ്ണന്മാരും അള്ളാഹുവെ ദുൽമു ചെയ്യുന്നവരും ഗീബത്തും നമീമത്തും പച്ചനുണയും പറഞ്ഞുണ്ടാക്കുന്നവരും ഇങ്ങനെ ആരൊക്കെ അള്ളാഹുവെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുണ്ടോ മുഴുവനാളുടെയും ഷർറിൽ അവരിലേക്ക് തന്നെ നീ തിരിച്ചു മടക്കണേ തമ്പുരാനെ. اللهم اجعل كيدهم في نحرهم
അല്ലാഹുമ്മ സല്ലിംന മിൻ ആഫാത്തി ദാറൈൻ. രണ്ട് ലോകത്തിൻ്റെയും ഫിത്നകളിൽ നിന്ന് അല്ലാഹു നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനുർ റബ്ബേ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ കുല്ലി ദീഖിൻ ഫറജൻ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ദീഖിൻ മഖ്റജ. അല്ലാഹുമ്മ റസുഖ്നാ മിൻ ഹൈഥു ലാ നഹ്തസിബു യാ റബ്ബൽ ആലമീൻ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ തമ്പുരാനെ. അവരെ സ്വാലിഹീങ്ങളാക്കി തരണേ പടച്ചവനെ, നല്ലവരാക്കി തരണേ റബ്ബേ. പരീക്ഷകളും അതിൻ്റെ എക്സാം റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മക്കൾക്ക് ഉന്നതമായ പഠനത്തിനുള്ള അവസരങ്ങൾ അള്ളാഹുവെ ഒരു പ്രയാസവും കൂടാതെ നീ ഓരോരുത്തർക്കും അനുയോജ്യമായത് അവരാഗ്രഹിക്കുന്നത് അവർക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ അള്ളാഹുവെ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. വിവാഹം ആലോചിക്കുന്നവർക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങൾ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, പെൺകുട്ടികൾക്ക് 23, 24 ഒക്കെ വയസ്സായി ഒരു കല്യാണം ശരിയായില്ല എന്ന് വിഷമം പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവെ, ആൺകുട്ടികൾക്കും അങ്ങനെ കല്യാണം ശരിയാവാതിരിക്കുന്നവരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനുർ റഹീമേ, എൻ്റെ മഹലായ ഫضല് കൊണ്ടും ഈ ഇസ്ലാമിക് സെൻ്ററിലെ ഈ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവർക്കൊക്കെ യോജിച്ച് ഇണകളെ കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ തമ്പുരാനെ, സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ദമ്പതിമാരിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നിലനിർത്തണേ പടച്ചവനെ. വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാടിലും വീടിലും രാജ്യത്തും ജോലി ചെയ്യുന്നിടത്തും കച്ചവടങ്ങളിലും യാത്രകളിലുമൊക്കെ സന്തോഷവും നിൻ്റെ കാവലും നൽകണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമേ, ശരീരത്തിൽ വന്നുകൂടിയിട്ടുള്ള ഏതെല്ലാം തരത്തിലുമുള്ള രോഗങ്ങളുണ്ടോ അള്ളാഹു നീ ശിഫ നൽകണേ റബ്ബേ. പൈശാചികമായി ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. സലാമത്ത് നൽകണേ തമ്പുരാനെ, സലാമത്ത് നൽകണേ തമ്പുരാനെ. ഇപ്പോൾ തബൂക്കിൽ ഒരു സിഹർ ചെയ്യുന്നൊരു പെണ്ണിനെ പോലീസ് പിടിച്ചിരുന്നു. അവിടെ ആ വീടിൻ്റെ ഒരു വില്ലൻ്റെ അകത്ത് ഒരു സ്ത്രീ മാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർ പിടിച്ചപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ. ആ വീടിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കണ്ടാൽ നല്ല വൃത്തിയുള്ള വില്ലയാണ്, പക്ഷേ ഉള്ളിൽ ബ്ലഡും കാഷ്ടവും മൂത്രവും ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളും അങ്ങനെ വൃത്തികേട്. പിശാചിന് ഇഷ്ടമാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഈ ബാത്റൂമിലൊന്നും കുറേ നിൽക്കരുതെന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരുപാട് വിസർജ്യങ്ങളൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് ഓരോരുത്തരുടെ പേര് സിഹർ ചെയ്യുന്നത്. പിടിച്ചു നോക്കിയിട്ട് ഒരു പെണ്ണിൻ്റെ പേര് പല പ്രാവശ്യം പല തരത്തിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പോലീസുകാരൻ ചോദിച്ചു, അവിടെ രഹസ്യാന്വേഷണ ഈ വിഭാഗം, എന്താ ഈ പെണ്ണിൻ്റെ പേരിങ്ങനെ വരുന്നുണ്ട്? പറഞ്ഞു, ഞാൻ പിശാചുക്കളെ പല വഴിക്ക് വിട്ടിട്ടും ഈ പെണ്ണിനെ യേശുന്നില്ല. അങ്ങനെ ഞാൻ പല വഴിക്കും ട്രൈ ചെയ്തതാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെയും വീട്ടുകാരും ബന്ധുക്കളും വന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതും പറഞ്ഞു. ഇവിടെ വിഷയം ഞാൻ അതല്ല പറയണത്. അപ്പോൾ ഈ പെണ്ണിനെ ഇവർ വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഉപദ്രവം വല്ലതും തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങനൊരു കേസിൽ പിടിച്ചിരിക്കുകയാണ് ഒരാളെ, നിങ്ങളുടെ പേര് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കിത് യേശുന്നില്ല എന്നാണ് പറയണത്. അവരുടെ ശൈത്താന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? അപ്പോൾ അവരൊരു ടീച്ചറാണ്. അപ്പോൾ അവരുടെ സ്വന്തം അമ്മായിയാണ് ഇത് ചെയ്യണത്. ഉപ്പാൻ്റെ പെങ്ങളാണ് ഈ പരിപാടി ചെയ്യിക്കുന്നത്. അങ്ങനെ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് യേശുന്നില്ല? കാരണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കണം, ഒരു ഉപകാരപ്പെട്ട എളിമുണ്ടെങ്കിലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്ക് വീടിൻ്റെ വാതിൽക്കൽ കാറ്റ് ശക്തിയായി അടിച്ചു വീശുന്നത് അറിയാറുണ്ട്. ഞങ്ങൾ വിചാരിക്കും കുട്ടികളൊക്കെ കാറ്റായിരിക്കും. ഇടയ്ക്ക് കറണ്ട് പോകാറുണ്ട്, കറണ്ട് പോവും തിരിച്ചു വരും. ഞങ്ങൾ വിചാരിക്കും വല്ല ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവർ ഫോഴ്സിൽ വന്ന് കയറാൻ പറ്റാതെ തിരിച്ചു പോവുകയാണെന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, 3 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ സൂറത്തുൽ ബഖറ ഓതാറുണ്ട്. 3 ദിവസത്തിൽ ഒരിക്കൽ സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതും. പിന്നെ ആയത്തുൽ കുർസി രാവിലെ അദ്കാറു സ്വബാഹ് വൽ മസാ, രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന ദിക്റുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആ സ്ത്രീ പറഞ്ഞു, ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യവും പിന്നെ അദ്കാറു സ്വബാഹിൽ വന്ന ദിക്റുകളും ഇത് ഞാൻ പതിവാക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറയാണ്, അതൊരു വലിയൊരു ആലിമാണ് ഇത് ഔട്ട് ചെയ്തത്. ഇങ്ങനെ പ്രൊട്ടക്ഷൻ അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കും. ചിലർക്ക് പെട്ടെന്ന് അടിക്കും, ഇത് പെട്ടെന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് ദിക്ർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. അത് നമുക്കും കുട്ടികൾക്കും വീട്ടിനും ഒക്കെ കാവലാണത്. അള്ളാഹു തആല സാഹിരീങ്ങളുടെ സെഹ്റിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ്. ഈമാൻ കിട്ടാതെയാണ് മരിക്കുന്നത്. അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിച്ചോളി, തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അള്ളാഹു നീ സിഹറിൽ നിന്നും ഐനിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ദുൽമിൽ നിന്നും കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും നൽകണേ റബ്ബേ. മരിക്കുന്ന അവസാന സെക്കൻഡ് വരെ ഇസ്സത്തിലും ആഫിയത്തിലുമാക്കണേ റബ്ബേ. ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട യാചിക്കേണ്ട ഒരവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹു ഇൽമും ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നാൾക്ക് നാൾ വർദ്ധിപ്പിക്കണേ പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. റഹ്മാൻ അഷ്റഫ് ഹൽക്ക് തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും ഒരുപാട് തവണ ചെയ്യാനുമുള്ള ഭാഗ്യം ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പ്രാവശ്യം ഹജ്ജിന് പോകാൻ നിയത്ത് ചെയ്തവർക്ക് അള്ളാഹു നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അമാലുകളെ കബൂലിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. യാത്രയും അനുബന്ധ കാര്യങ്ങളും എളുപ്പത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകണേ പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാരായി ജീവിച്ച് നാളെ മരിച്ചു കിടക്കുമ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ അരികത്ത് ചെന്ന് കിടക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അള്ളാഹുവെ മക്കയിലോ മദീനയിലോ രണ്ട് ഹറമീനുകൾ എവിടെയെങ്കിലും ഒരിടം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവെ ഞങ്ങൾക്ക് നാളെ നിന്നെ കാണാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞങ്ങളുടെ സ്വഹബത്തും അവിടുത്തെ റിഫ്ഖത്തും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറുകളെ നീ പ്രകാശപൂരിതമായി സുഗന്ധമുള്ളതായി വിശാലമുള്ളതായി സ്വർഗം കണ്ടുകൊണ്ട് കിടക്കുന്ന സൗഭാഗ്യമുള്ളവരായി അള്ളാഹു ഞങ്ങൾ മരിച്ചുപോയവിടെ പറഞ്ഞവരും ഞങ്ങൾ ഓർത്തവരും. നമ്മൾ കാഞ്ഞങ്ങാട് മരിച്ചുപോയ നമ്മുടെ KMCCയുടെ സ്റ്റേറ്റ് ഖജാൻജിയായിരുന്ന അസ്ലം ച അള്ളാഹു എന്നീ അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗത്തൊപ്പാക്കണേ റബ്ബെ. TH മുസ്തഫ TH അബ്ദുള്ള മാഷ് അള്ളാഹുവെ അദ്ദേഹത്തിന് നീ മൗഫറത്തും മർഹമത്തും ചെയ്യണേ റബ്ബെ. അവിടെയും ഖബറിടം നീ വിശാലമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ സുഹൃത്ത് അലി അസ്ഗർ ഹുദവി ഉസ്താദിൻ്റെ ഉമ്മ സുലൈഖ എന്ന മഹദി അള്ളാഹുയുടെ ഖബറിടം സ്വർഗത്തൊപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ അക്ബർ സാഹിബിൻ്റെ ഉമ്മയുടെ 3ാമത്തെ ആണ്ടാണ്. പല ആളുകളുടെയും ഉമ്മമാരുടെ ഉപ്പമാരുടെ ആണ്ട് ദിവസങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന. അള്ളാഹുവിൻ്റെ ഖബറുകളെ നീ വിശാലമാക്കി സ്വർഗീയ ആരാമമാക്കി സന്തോഷിപ്പിക്കണേ പടച്ചവനെ. നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ബിജാഹി ഹഖ് നബിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.